ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസം രാജ്യം ഉറ്റുനോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കേണ്ട ദിനമാണ്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരമേറ്റെടുക്കുന്ന ദിനമാണ് ഇന്ന്. രാത്രി 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ നടക്കും. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം, അതോ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരിക്കുമോ, ഇതൊക്കെ ആകാംക്ഷയോടെ മലയാളികൾ ഉറ്റുനോക്കുന്നു. മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരിക്കും ക്യാബിനറ്റ് പദവിയിൽ, സഹമന്ത്രിമാർ ആരൊക്കെയായിരിക്കും, എന്താണെങ്കിലും അതിന്റെ പട്ടിക വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും അതിലെ സസ്പെൻസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരമാണ്. 2020 ലോകകപ്പിൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാൻ ഏറ്റുമുട്ടുന്നു. അതും രാത്രി 8 മണിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അവിടെ അമേരിക്കയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും ക്ലാസിക് പോരാട്ടം എന്നൊക്കെ എക്കാലത്തും വിശേഷിപ്പിക്കുന്നതാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടങ്ങൾ, ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ക്ലാസിക് മത്സരം. അപ്പോൾ അതിനും ഇന്ന് കാത്തിരിക്കണം. ഒരുപാട് വാർത്തകൾ, വിശേഷങ്ങൾ അങ്ങനെ വരാൻ പോകുന്നു. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ വന്നത് ഒരു വാഹനാപകടം തൃശ്ശൂരിലുണ്ടായി. ആ വാഹനാപകടത്തിൽ ചില്ലറ സംഭവം അല്ല ഉണ്ടായത്. ശക്തന്റെ പ്രതിമ അവിടെ തകർന്നു. KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്തകളൊക്കെ നമുക്ക് വിശദമായി എത്താം. നമുക്ക് ആദ്യം പോകാം. വീണ്ടും മൂന്നാം അംഗത്തിന് നരേന്ദ്രമോദി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കും. നരേന്ദ്രമോദിക്കൊപ്പം 30-ലധികം പേർ മന്ത്രിമാരായി ചുമതലയേൽക്കും. TDPക്കും JDUവിനും 3 വീതം മന്ത്രിമാരെ ലഭിച്ചേക്കും. ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ മന്ത്രിസഭയിൽ ചേരണം എന്ന താല്പര്യം പ്രധാനമന്ത്രി അറിയിച്ചു എന്നാണ് സൂചന. ചടങ്ങിൽ വിവിധ രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കുന്നുണ്ട്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. രാഗേഷ്, ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരമേൽക്കുകയാണ്. നരേന്ദ്രമോദി 3.0. അപ്പോൾ ആദ്യം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ ഏതൊക്കെ രാഷ്ട്ര തലവന്മാരാണ്, വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുക? എൽദോ, മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 2 സർക്കാരുകളിൽ നിന്ന് ഇത്തവണത്തെ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത് BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 തവണയും BJPക്ക് സഖ്യകക്ഷികൾ ഈ സർക്കാരിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2014 282 സീറ്റുകൾ ഒറ്റയ്ക്ക് വിജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. 2014 അത് 303 ആയിരുന്നെങ്കിൽ ഇത്തവണ കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകളുടെ കുറവ് BJPക്കുണ്ട്. അങ്ങനെ ഒരു NDA സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഏതായാലും 7:15 രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ മൂന്നാമത്തെ ഊഴം, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മാത്രമാണ് തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ളത്. 52-ലും 57-ലും 62-ലും. അതിന് സമാനമായ രീതിയിൽ മൂന്നാം തവണ നെഹ്റുവിന് ശേഷം ഒരു പ്രധാനമന്ത്രി മൂന്നാം തവണ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ 7:15 ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒപ്പം 30 പേരെങ്കിലും മന്ത്രിമാരായി ചുമതലയേൽക്കുമെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 15 പേരെങ്കിലും സഖ്യകക്ഷികളിൽ നിന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി തന്നെ മുതിർന്ന നേതാക്കളായ മാർഗദർശക് മണ്ഡലിലെ ഉള്ള നേതാക്കളെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും NDA യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നേതായാലും രാജ്ഘട്ടിൽ സന്ദർശനം നടത്തി വാജ്പേയിയുടെ സമാധി സ്ഥലത്തിൽ കൂടി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പോകുക എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ സമാനമായി രാജ്ഘട്ടിലും ഒപ്പം തന്നെ വാജ്പേയി സമാധിയിലും പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മോദി തിരിച്ചത്. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കുകയാണ്. ഏതായാലും 8000-ലധികം പേരെയാണ് ഈ ചടങ്ങിലേക്കായി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രതലവന്മാരെ 7 രാഷ്ട്രതലവന്മാരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കൂടുതലായി ഇത്തരം ഈ ചടങ്ങിലേക്ക്, രാഷ്ട്രതലവന്മാരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട
വ്യക്തിത്വം. ഒന്ന് ശ്രീലങ്കൻ പ്രസിഡന്റാണ്. ശ്രീലങ്കൻ പ്രസിഡന്റ് വിക്രമസിംഗെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മാലദ്വീപ്യൻ പ്രസിഡന്റ് മുഹമ്മദ് മ്യൂസിയാണ്. നേരത്തെ മാലദ്വീപുമായി അത്ര നല്ല ബന്ധമല്ല സമീപകാലത്തുള്ളത്. ഏതായാലും ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ നിലവിലുള്ള വിള്ളലുകൾ അത് പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ചുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപോലെ ഷെയ്ഖ് ഹസീന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഷെയ്ഖ് ഹസീന ചടങ്ങിനായി എത്തുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പ്രചണ്ഡയാണ്. പ്രചണ്ഡയും ഈ ചടങ്ങിന് എത്തുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ മൗറീഷ്യസ് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രതലവന്മാരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇത് കൂടാതെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് സമീപകാലത്താണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കെടുത്ത തൊഴിലാളികളെയും ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം വന്ദേ ഭാരതിന്റെ നിർമ്മാണത്തിൽ വഹിച്ച തൊഴിലാളികളെയും ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എൽദോ രാകേഷ്, ഇനിയും ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു BJPക്ക് ഒറ്റയ്ക്കൊരു വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്തുക എന്നുള്ള വലിയൊരു കീറാമുട്ടിയാണ് നരേന്ദ്രമോദിക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നം. അപ്പോൾ ഇതുവരെയും ആ വകുപ്പുകൾ സംബന്ധിച്ച് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ട് അല്ലെങ്കിൽ യുദ്ധനം, പ്രതിരോധം പോലുള്ള ആഭ്യന്തരം പോലുള്ളവ BJP തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴും ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള സൂചനകൾ വരുന്നുണ്ട്. ആരൊക്കെ ആയിരിക്കും, ഏതൊക്കെ വകുപ്പുകളിലേക്കായിരിക്കും പരിഗണിക്കുക, ഘടകകക്ഷികൾക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകാനാണ് ആലോചന? അത്തരം സൂചന NDA ക്യാമ്പിൽ നിന്നും വരുന്നുണ്ട് രാകേഷ്. എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഘടകകക്ഷികളെ കാര്യമായി പരിഗണിക്കുമെന്നാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും TDPയും ഒപ്പം തന്നെ JDUമാണ് ആ പ്രധാനപ്പെട്ട 2ഉം 3ഉം കക്ഷികൾ. അവരെ കാര്യമായി പരിഗണിക്കേണ്ടതുണ്ട്. അവർ 4 വീതം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും TDPക്ക് ഒരുപക്ഷെ 3 മന്ത്രിസ്ഥാനം നൽകാനാണ് സാധ്യത എന്നാണ് സൂചന. അതല്ല, TDP സമ്മർദ്ദം ശക്തമാക്കുകയാണെങ്കിൽ 4 മന്ത്രിസ്ഥാനം വരെ നൽകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഒപ്പം JDUവിന് 2ഓ 3ഓ മന്ത്രിസ്ഥാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തിലേക്കും BJP എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പട്ടിക എത്ര മന്ത്രിസ്ഥാനമെന്ന് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മാത്രവുമല്ല, ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ പങ്കെടുക്കുക അല്ലെങ്കിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന തീരുമാനത്തിലേക്കും ഒരു ഔദ്യോഗികമായ അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പായി ഈ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറേണ്ടതുണ്ട്. അപ്പോൾ ഉച്ചയോടെയോ അല്ലെങ്കിൽ വൈകിട്ടോടു കൂടിയായിരിക്കും ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും TDPയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് ശ്രീകാകുളത്ത് നിന്നുള്ള രാംമോഹൻ നായിഡു മന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ TDP തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഹരീഷ് ബാലയോഗി, GMC ബാലയോഗിയുടെ മകനാണ്, മുൻ സ്പീക്കറുടെ മകനാണ്. ഹരീഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് TDP ആദ്യം പരിഗണിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പറയുന്നത് ഹരീഷിനെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് TDP പരിഗണിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഇപ്പോൾ ഏതായാലും പാർട്ടി എത്തുകയാണ്. JDUവിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ 3 മന്ത്രിസ്ഥാനമാണ് JDU കണക്കുകൂട്ടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 3 മന്ത്രിസ്ഥാനം JDU കണക്കുകൂട്ടുന്നു. അങ്ങനെ വരുമ്പോൾ JDU മുൻ ദേശീയ അധ്യക്ഷനായ ലലൻ സിംഗിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാംനാഥ് താക്കൂറിനെയും മന്ത്രിസ്ഥാനത്തേക്ക് JDU പരിഗണിക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ മന്ത്രിയായ സഞ്ജയ് ജായുടെ പേരും JDU വൃത്തങ്ങൾ അത്തരമൊരു സൂചനകളിലേക്കും JDU ഏതായാലും എത്തിയിട്ടുണ്ട്. രാംനാഥ് താക്കൂർ കർപ്പൂരി താക്കൂറിൻ്റെ മകനാണ്. ഈ സമീപകാലത്താണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ഭാരതരത്ന സമ്മാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ കൂടി ഇപ്പോൾ ഏതായാലും JDU കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന് പവൻ കല്യാണിൻ്റെ കാര്യമാണ്. പവൻ കല്യാൺ ഏതായാലും നിലവിൽ ലോക്സഭാംഗമല്ല, അദ്ദേഹം നിയമസഭയിലേക്കാണ് വിജയിച്ചത്. പക്ഷേ പവൻ കല്യാൺ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരണമെന്നൊരു ആഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരു താല്പര്യം അറിയിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് പവൻ കല്യാണിന് താല്പര്യം. അതുകൊണ്ട് തന്നെ പവൻ കല്യാൺ ആ ഒരു അഭ്യർത്ഥന സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം ചിരാഗ് പാസ്വാന്റെ കാര്യമാണ്. ചിരാഗ് പാസ്വാൻ 5 കക്ഷികളാണുള്ളത്. നിലവിൽ ഈ കൂട്ടുകക്ഷി സർക്കാരിൽ 5 അംഗങ്ങൾ ഏറെ നിർണായകമാണ്. ചിരാഗ് പാസ്വാനും ഒരു ക്യാബിനറ്റ് പദവി നൽകിയേക്കും എന്ന് BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കുമാരസ്വാമി JDS, അദ്ദേഹം കൃഷി മന്ത്രി സ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലേക്ക് ആ ഒരു വകുപ്പ് നൽകാൻ BJP തയ്യാറാകുമെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം കൃഷി വകുപ്പ് കഴിഞ്ഞ 2 സർക്കാരിൻ്റെ കാലത്തും BJP കൈവശം വെച്ച് പോരുന്നതാണ്.
പക്ഷേ കൂട്ടുകക്ഷി സർക്കാർ ആയതുകൊണ്ട് തന്നെ അംഗബലം നോക്കാതെ പ്രാതിനിധ്യം നൽകുമെന്ന് BJP വൃത്തങ്ങൾ അറിയിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് JDS നൽകുമെന്ന കാര്യത്തിലും ഏതായാലും ഇനി ഔദ്യോഗികമായ അറിയിപ്പ് BJPയുടെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിരോധം, ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം, ഈ 4 വകുപ്പുകളും BJP തന്നെ കൈവശം വയ്ക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പ്, IT വകുപ്പ്, നിയമ മന്ത്രാലയം, മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിലും മാറ്റമുണ്ടാകില്ല. പ്രത്യേകിച്ച് നയപരമായ വിഷയങ്ങൾ പാർട്ടിയുടെ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കേണ്ട വകുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകളും ഘടകകക്ഷികൾക്ക് നൽകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ഏതായാലും BJP വൃത്തങ്ങൾ നൽകുന്നത്. ഏതായാലും പല സംസ്ഥാനങ്ങളിലും പല നേതാക്കളും പ്രതീക്ഷിക്കുന്നുണ്ട് മന്ത്രിസഭയിൽ ഒരു സ്ഥാനം. പ്രത്യേകിച്ച് കർണാടകയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കർണാടകയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാർ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഒന്ന് ജഗദീഷ് ഷെട്ടർ, സമീപകാലത്താണ് BJPയിൽ വീണ്ടും തിരിച്ചെത്തിയത് കോൺഗ്രസിൽ നിന്ന്. ഒപ്പം കഴിഞ്ഞ സർക്കാരിൽ മുഖ്യമന്ത്രിയായിരുന്ന ബൊമ്മയും വിജയിച്ചിട്ടുണ്ട്. ബൊമ്മ ഏതായാലും മന്ത്രിസ്ഥാനം ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിന് പുറമെ മഹാരാഷ്ട്രയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ മോശം പ്രകടനമാണ് BJP കഴിഞ്ഞ 2 തവണയും അപേക്ഷിച്ച് ഇത്തവണ നടത്തിയത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസത്തിനകം നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്ന കണക്കുകൂട്ടൽ BJPക്കുമുണ്ട്. ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനുണ്ട്. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഏതായാലും ഒരു 2 കേന്ദ്രമന്ത്രി സ്ഥാനമെങ്കിലും പ്രതീക്ഷിക്കുന്ന, ഒരു ക്യാബിനറ്റ് പദവി, ഒരു സഹമന്ത്രി സ്ഥാനം കൂടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി ചില പേരുകളും ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ആര് മന്ത്രിയാകുമെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവിടെ നിന്ന് മീനാക്ഷി ലേഖി മന്ത്രിയായിരുന്നു. പക്ഷേ ഇത്തവണ മനോജ് തിവാരി ഒഴികെ ബാക്കി ആരെയും അവിടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി നൽകിയിരുന്നില്ല, BJP പരിഗണിച്ചിരുന്നില്ല. മാത്രവുമല്ല സുഷമ സ്വരാജിൻ്റെ മകൾ ബാൻസുരി സ്വരാജും ഇത്തവണ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതുമുഖം വനിത എന്ന നിലയ്ക്ക് ബാൻസുരി സ്വരാജിനെ പരിഗണിക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നു. സുരേഷ് ഗോപി ഏതായാലും മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഏത് വകുപ്പായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക, അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് ലഭിക്കുമോ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരിക്കുമോ, അതോ സഹമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും ആരൊക്കെ മന്ത്രിമാരാകാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ BJP പരിഗണിക്കുന്ന നേതാക്കൾക്ക് തന്നെ ഫോൺ കോൾ ഇന്ന് രാവിലെ തന്നെ എത്തിച്ചേരും. ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ചടങ്ങിൻ്റെ ഭാഗമാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തലേ ദിവസം അത്തരമൊരു അറിയിപ്പ് പോകാറാണ് പതിവ്. അങ്ങനെ അറിയിപ്പ് ലഭിച്ച നേതാക്കളൊക്കെ തന്നെ സ്വാഭാവികമായും ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ടാകും. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. രാകേഷ്, ഇനി മറ്റൊന്ന്, ഈ പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വിളിച്ചാൽ അവർ പോകാനുള്ള സാധ്യതയുണ്ടോ, അത് സംബന്ധിച്ചുകൂടി നമുക്ക് ഒരു വ്യക്തത വരണം. അയൽതോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന സൂചന തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന്, നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത് ആ സമയം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം, വേൾഡ് കപ്പ് T20 നടക്കുന്നുണ്ട്, ആ മത്സരം കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രതികരണം അല്ലെങ്കിൽ അറിയിപ്പ് ഇതുവരെ ഇന്ത്യ സഖ്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് നേതാക്കളുടെ പ്രതികരണം നിന്ന് വ്യക്തമാകുന്നത്. മമതാ ബാനർജിയും സമാനമായി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം കക്ഷികളും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനാണ് സാധ്യത. ഏതായാലും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കൾക്കും ഇല്ലെങ്കിൽ പോലും സഭയിലെ നേതാവ് എന്ന നിലയ്ക്ക് മല്ലികാർജ്ജുൻ ഖർഗെക്ക് ഒരുപക്ഷെ ക്ഷണം ലഭിക്കാനുള്ള കാര്യമുണ്ട്. പക്ഷേ അങ്ങനെ ക്ഷണം ലഭിച്ചോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഏതായാലും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. എൽദോ, ഇനി രാകേഷ്, 1-2 കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം, ഈ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഇനി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമോ, ഇനി എന്തായിരിക്കും ആദ്യ പരിഗണന? ഈ NDA സർക്കാർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ BJPക്കോ NDAക്കോ? കാരണം ഒരുപാട് പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളൊക്കെ പലതുണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ആലോചന, ചിന്തയൊക്കെ ആലോചിക്കുന്നുണ്ടാവും NDA? എൽദോ, ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ അത്തരമൊരു പ്രഖ്യാപനങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. പക്ഷേ അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരം പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. ഏതായാലും ഇന്ന് രാത്രി തന്നെ മന്ത്രിസഭാ യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് 7:15 ആരംഭിക്കുമ്പോൾ അത് 1.5 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. 30 പേരാണ് മന്ത്രിമാരാകുന്നതെങ്കിൽ ചുരുങ്ങിയത്
8:15 വരെയെങ്കിലും ചടങ്ങ് നീണ്ടുപോകും. അതിനുശേഷം ഒരുപക്ഷെ മന്ത്രിസഭാ യോഗം ചേരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചിലപ്പോൾ ചേരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇന്ന് JP നഡ്ഡ അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം. അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ചടങ്ങ് 8:15 വരെയോ അല്ലെങ്കിൽ 8:30 വരെയോ ഒക്കെ തന്നെ നീണ്ടു നിൽക്കാൻ തന്നെയാണ് ഇന്ന് സാധ്യത. എൽദോ. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മനു ഭരത് കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, എന്താണെങ്കിലും NDA സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ പഴയ പ്രഭാവം മോദിക്ക് ഇത്തവണ അവകാശപ്പെടാൻ കഴിയില്ല എങ്കിൽ പോലും 3 മൂന്നാമത്തെ തവണ അധികാരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അതും തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചെത്തുന്ന മറ്റൊരു പ്രധാനമന്ത്രി കൂടിയാവുകയാണ് നെഹ്റുവിന് ശേഷം. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ചും ഈ രാജ്യത്തുടനീളമുള്ള സഖ്യകക്ഷികളെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള വലിയ ഒരു പ്രശ്നം മോദിക്ക് മുന്നിലുള്ളപ്പോൾ. എന്തോ ഇതിൽ ഒരു പ്രധാന കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മോദിക്ക് ഉണ്ടായിരുന്ന ആ ഒരു വലിയ മെജോറിറ്റി ഇത്തവണ ഇല്ല എന്നുള്ളത് മനു, ഒരു നിമിഷം. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിനത്തിൽ രാജ്ഘട്ടിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തുന്നു നരേന്ദ്രമോദി. രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ് നരേന്ദ്രമോദി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് രാജ്ഘട്ടിലെത്തി രാവിലെ തന്നെ 7:15, അതായത് 12 മണിക്കൂർ മുമ്പ് സത്യപ്രതിജ്ഞയിലേക്ക് എത്താൻ പോകുന്നതിന് മുമ്പ് രാജ്ഘട്ടിലെത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പുഷ്പാർച്ചന നടത്തിയ നരേന്ദ്രമോദിയാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. ER രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, രാജ്ഘട്ടിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ആരൊക്കെയായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചത്? പ്രമുഖ ഒരുപാട് BJP പ്രവർത്തകർ കൂടി അവിടെ എത്തിയിട്ടുണ്ടെന്ന് സംശയമുണ്ട് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ. നടത്തിയ ശേഷം ഇപ്പോൾ മടങ്ങുകയാണ്. അവിടെ സമീപത്ത് BJP പ്രവർത്തകരൊക്കെ തന്നെ നമുക്ക് കാണാമായിരുന്നു ഈ രാജ്ഘട്ടിന് സമീപത്ത്. ഏതായാലും ഇതിനോട് ചേർന്ന് തന്നെയാണ് വാജ്പേയി സമാധിയായ സദൈവ് അടലുമുള്ളത്. അവിടേക്കും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേരും. അവിടെയും പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം ഒരുപക്ഷെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ കൂടി സന്ദർശിക്കാനുള്ള സാധ്യത കൂടി ഏതായാലും ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഹർദീപ് പുരിയാണുള്ളത്. കഴിഞ്ഞ സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ഹർദീപ് പുരി ഏതായാലും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ഒപ്പം തുടങ്ങിയ നേതാക്കളാണ് ഏതായാലും ഉള്ളത്. ഹർദീപ് പുരിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ളത്. ഇതിനുശേഷം നേരെ പോകുന്നത് സദൈവ് അടലിലേക്കാണ്. അതായത്
വാജ്പേയി സമാധിയിലേക്ക് അദ്ദേഹം പോകും. അതിനുശേഷം അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷം ദേശീയ യുദ്ധ സ്മാരകത്തിൽ കൂടി പ്രധാനമന്ത്രി സന്ദർശിക്കും. അവിടെയും ആദരമർപ്പിക്കും. അതായത് ഇന്ത്യ ഗേറ്റിലാണ് ദേശീയ യുദ്ധ സ്മാരകം ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മോദി എത്തുന്ന സമയത്ത് അവിടെ പല നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു രാജ്ഘട്ടിൽ. ഏതായാലും ഇപ്പോൾ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം സദൈവ് അടലിലേക്ക് തിരിച്ചിരിക്കുകയാണ്. എൽദോ. ഓക്കെ, എന്നാണെങ്കിലും അല്പസമയത്തിനകം തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലത്തും അദ്ദേഹം പുഷ്പാർച്ചന നടത്തുമെന്നാണ് തോന്നുന്നത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനു ഭരത് തുടരുന്നുണ്ട്. വീണ്ടും മനു, ഈ മൂന്നാമത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു ഒരു പ്രഭാവം കുറഞ്ഞു എന്നൊക്കെ, പക്ഷെ അപ്പോൾ പോലും ഒരു കാര്യം സൂചിപ്പിക്കാതെ വയ്യ. ഈ രാജ്യത്തിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പാർട്ടിയെ എത്തിക്കാൻ, പാർട്ടി പ്രതിനിധികളെ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, കൂടുതൽ ഇടങ്ങളിലേക്ക് BJP വേരുറപ്പിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസവും നരേന്ദ്രമോദിക്ക് കരുത്താകില്ലേ? എന്തോ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു പ്രധാന കാര്യം, സാധാരണ മോദി വിശ്വസ്തരെ സഭയിൽ ഉൾപ്പെടുത്തുന്നെങ്കിൽ അല്ലാത്ത ആളുകളെ കൂടി പരിഗണിക്കേണ്ടി വരും. അതിൽ ഒരു സുപ്രധാന പേരാണ് ബൻസുരി സ്വരാജ്. സുഷമ സ്വരാജ് നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP പരിഗണിച്ച ഒരു നേതാവാണ്. അതിനുശേഷമാണ് നരേന്ദ്രമോദി ശക്തമായി വരികയും അവർക്ക് ആ സാഹചര്യം ഇല്ലാതാവുകയും ചെയ്തത്. അപ്പൊ ബൻസുരി സ്വരാജിനെ അവിടെ നിന്ന് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് AAPയുടെ സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിയ ബൻസുരി സ്വരാജിനെ വിജയിപ്പിക്കേണ്ട ഒരു അല്ലെങ്കിൽ മന്ത്രിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ചില താല്പര്യങ്ങൾ കൂടി ഇത്തവണ സംരക്ഷിക്കേണ്ടി വരും. വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച MP-മാരെ അവർക്ക് പരിഗണന നൽകണം എന്നൊരു നിലപാട് BJPക്ക് അകത്തുനിന്ന് ഉണ്ട്. അതിൽ ഇപ്പൊ ലതാ വാങ്ഡെ പോലുള്ളവർ, അവര് തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുഡ്ഡു രാജയെ 4,71,000 വോട്ടുകൾക്കാണ് മധ്യപ്രദേശിലെ സാഗർ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് ലതാ വാങ്ഡെക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകണം എന്ന ഒരു ആവശ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സാവിത്രി താക്കൂർ, അത് BJPയെ സംബന്ധിച്ചിടത്തോളം ധാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള സാവിത്രി താക്കൂറും വലിയ ഭൂരിപക്ഷത്തിൽ 2 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥികളെ ഈ മന്ത്രിസഭയിൽ പരിഗണിക്കണം എന്നൊരു ആവശ്യം ശക്തമായി ഉയരും. മറ്റൊന്ന്, ഈ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലങ്ങൾ, ഇപ്പോ മധ്യപ്രദേശിൽ BJPക്ക് തൂത്തുവാരാൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ ആളുകളെ പരിഗണിക്കണം എന്ന സംസ്ഥാന ഘടകത്തിന്റെ ഒരു ആവശ്യം ഉയരാനുള്ള ഒരു സാധ്യത അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായും അത്തരം ആളുകൾ കൂടുതൽ മന്ത്രിസഭയിലേക്ക് വരും. ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് ഒരു വലിയ പേരായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എത്തിയ ശിവരാജ് സിംഗ് ചൗഹാൻ BJPയുടെ ഒരു മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രധാന തസ്തിക നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഈ നിത്യാനന്ദ റായെ പോലുള്ളവർ, VD ശർമ്മയെ പോലുള്ള സംസ്ഥാന അധ്യക്ഷൻ, മധ്യപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മ, അതുപോലെ ബീഹാറിൽ നിന്നുള്ള നിത്യാനന്ദ റായ് ഇത് 3ാം തവണയാണ് പാർലമെന്റിലേക്ക് എത്തുന്നത്. മാത്രമല്ല വിദ്യാർത്ഥി പരിഷത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്ന ഒരാളാണ്. സ്വാഭാവികമായും നിത്യാനന്ദ റായെ പരിഗണിക്കേണ്ടി വരും. ജനാർദ്ദൻ സിംഗ് സിഗ്രിവാൾ മറ്റൊരു ബീഹാറിൽ നിന്നുള്ള ഒരു MP-യാണ്. മഹാരാജ്ഗഞ്ചിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തിലാണ് ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളും ജയിച്ചിട്ടുള്ളത്. പിന്നെ അത്തരം ആളുകളെ പരിഗണിക്കണം. ഒപ്പം ഈ JDU നേതാവ് ലലൻ സിംഗ്, അദ്ദേഹത്തിന് 4 തവണ അദ്ദേഹം എത്തിയിട്ടുണ്ട് പാർലമെന്റിലേക്ക്. അപ്പൊ JDU സ്വാഭാവികമായും ലലൻ സിംഗിന്റെ പേര് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. മുംഗേർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിലാണ് ലലൻ സിംഗ് ജയിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച ഒരു പ്രധാന ഘടകകക്ഷിയാണ്. അപ്പൊ ജിതിൻ റാം മാഞ്ചി മുൻ ബീഹാർ മുഖ്യമന്ത്രിയൊക്കെയാണ്. അദ്ദേഹം ആണ് ഈ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ തലവൻ. സ്വാഭാവികമായും ഗയ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച മാഞ്ചിയും ഈ
മന്ത്രിസഭയിൽ ഉണ്ടാകും. ചിരാഗ് പാസ്വാനും ഒക്കെ നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എൻഡിഎയുടെ ഒരു പ്രധാന കക്ഷി ഈ RLD ആണ്. അപ്പൊ ജയന്ത് ചൗധരിക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകണം എന്ന ഒരു ആവശ്യമുണ്ട്. അവരുടെ 2 സ്ഥാനാർത്ഥികൾ UP-യിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോ ജയന്ത് ചൗധരി വെസ്റ്റേൺ UP-യിൽ പ്രത്യേകിച്ച് ഈ ജാട്ട് സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല അദ്ദേഹം ഭാരത് രത്ന കിട്ടിയ ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമകനാണ്. അങ്ങനെ ഒട്ടനവധി ശക്തി അദ്ദേഹത്തിനും ഒട്ടനവധി ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിനും ആ ഒരു ശക്തിയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തെയും പരിഗണിക്കും. ഇനി ഈ പരാജയപ്പെട്ട മന്ത്രിമാർ കഴിഞ്ഞ BJP മന്ത്രിസഭയിൽ ഉണ്ടായ 20 മനു ഒരു നിമിഷം. പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു അത് അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലത്തേക്കാണ് പോകുന്നത് തോന്നുന്നു. രാകേഷ് അതിന്റെ വിശദാംശങ്ങൾ നൽകും. രാകേഷ്, ഇപ്പോഴെങ്ങോട്ടാണ് നരേന്ദ്രമോദി എത്തുന്നത്? യെസ്, അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധിഘട്ടിലേക്ക് പറയൂ രാകേഷ്. എൽദോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വാജ്പേയി സമാധിയായ സദൈവ് അടലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മോദി പുഷ്പാർച്ചന നടത്താനായി എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുകയാണ് വാജ്പേയി സമാധിയിൽ. ഏതായാലും നിരവധി പ്രവർത്തകർ നരേന്ദ്രമോദി എത്തുന്നതറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആളുകളൊക്കെ ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ആളുകൾ അവിടെ പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും രാജ്ഘട്ട് ആദ്യം സന്ദർശിച്ചു. അതിനുശേഷം വാജ്പേയിയെ ഇപ്പോൾ സന്ദർശിച്ചിരിക്കുകയാണ്. BJPയുടെ ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് AB വാജ്പേയി. ഏതായാലും അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. മോദി മോദി വിളികളോടെ ഒരുപാട് പ്രവർത്തകരാണ് അവിടെ നരേന്ദ്രമോദിയെ കാത്ത് നിന്നത്. എന്താണെങ്കിലും രാവിലെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ രാവിലെ തന്നെ അദ്ദേഹം രാജ്ഘട്ടിൽ, പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലത്ത് ഒക്കെ എത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിരാവിലെ തന്നെ സജീവമാവുകയാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ദിന ചടങ്ങിൽ. സത്യപ്രതിജ്ഞാ ദിനമാണ്. വളരെ കൗതുകത്തോടെ ലോകം ഉറ്റുനോക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്. നരേന്ദ്രമോദി വീണ്ടും ലോക നേതാവായി വീണ്ടും 3ാം അംഗത്തിനെത്തുന്ന ഒരു സമയം കൂടിയാണ് ആ ദിവസം. അതുകൊണ്ട് തന്നെ വളരെ രാഷ്ട്രീയ പ്രാധാന്യവും അർഹിക്കുന്നു. നമുക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. നരേന്ദ്രമോദി ഈ സർക്കാർ ഇത് അധികാരത്തിലേക്ക് എത്തുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. സുരേഷ് ഗോപിക്ക് എന്താണ് പദവി ലഭിക്കുക എന്നുള്ളത് ഉൾപ്പെടെ. അപ്പോൾ തൃശ്ശൂരിന്റെ മാത്രം MP അല്ല, കേരളത്തിന്റെ MP ആണ് താൻ എന്നാണ് സുരേഷ് ഗോപി ഇന്നലെ ന്യൂസ് 18നോട് പറഞ്ഞത്. കേന്ദ്രമന്ത്രിയാകണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തൃശ്ശൂർ തെരഞ്ഞെടുത്തയച്ച MP-മാർ പ്രവർത്തനം ചെയ്തതുമായി ഒരു തുലനം സൃഷ്ടിക്കണം. ആ തുലനം മറ്റ് 19 മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ മനസ്സിൽ വ്യതിചലനങ്ങൾ സൃഷ്ടിക്കണം. അതാണ് ഞാൻ അരാഷ്ട്രീയം കൊണ്ടുദ്ദേശിച്ചത്. പ്രാപ്തി അളക്കണം, പാർട്ടിയുടെ പ്രാപ്തിയല്ല. അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ സ്ഥാനാർത്ഥികളെന്ന് പേരിട്ട് വിളിക്കുമെങ്കിൽ അവരുടെ പ്രാപ്തി അളന്ന് മണ്ണിന് ഗുണം ചെയ്യുന്നവന്, അവരുടെ ജീവിതത്തിലേക്ക് ഗുണമാകുന്ന തരത്തിൽ വളർച്ച കൊണ്ടുവരുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. അതാണ് എൻ്റെ രാഷ്ട്രീയം.
ഈ MP ആയതിനു ശേഷം പ്രഥമ പരിഗണനാ വിഷയം എന്താണ് സർ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൃശ്ശൂരിന് വേണ്ടി മാത്രം ഒതുങ്ങില്ല. ഞങ്ങൾക്കറിയാം തൃശ്ശൂരിന്റെ മാത്രം MP ആയിരിക്കില്ല, കേരളത്തിന്റെ MP ആയിരിക്കും. ആദ്യത്തെ ശ്രമം അടുത്ത ബഡ്ജറ്റിൽ, ഇപ്പം ഒരു ബഡ്ജറ്റ് വരും, ഇന്ററിം ബഡ്ജറ്റിലേ വന്നുള്ളൂ, അതിൽ ശക്തമായി ഉന്നയിക്കും. 2025 ഫെബ്രുവരി മാസം വരുന്ന ബഡ്ജറ്റിൽ കേരളത്തിലെ എയിംസിന് യോഗ്യമായ സ്ഥലം 2016 ശ്രീ പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് തരികയാണെങ്കിൽ അവിടെ എയിംസ് വരും. പുതിയ കേന്ദ്രമന്ത്രിയാണെന്നുള്ള സൂചനകളൊക്കെ അതൊക്കെ എന്റെ നേതാക്കന്മാർ പറയും. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള അടുത്ത ബന്ധം വലിയ തരത്തിൽ ചർച്ച ചെയ്യും. അമിത്ഷാജിയും ഇപ്പൊ നഡ്ഡാജിയും അവരെല്ലാം ചേർന്ന് പറയും. അതുവരെ ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ എനിക്ക് 10 വകുപ്പുകളുടെ എങ്കിലും ഏകോപനം കേരളത്തിന്റെ അനിവാര്യതയായ 10 വകുപ്പുകളുടെ ഇടപെടലല്ല, പെനട്രേഷൻ ആവശ്യമുണ്ട്. ആ പെനട്രേഷൻ 10 വകുപ്പുകളിൽ നിന്ന് 5 മന്ത്രിമാർ വഴിയാണ് വരുന്നതെങ്കിൽ ആ 5 മന്ത്രിമാരെയും എനിക്കിവിടെ നിരന്തരം കൊണ്ടുവന്ന് ഈ അത്യാവശ്യകതയുടെ വലിപ്പം, ആഘാതം, അതിൻ്റെ ഭാരം എത്രയാണെന്ന് ധരിപ്പിച്ച് ഒരു 3 വർഷം കൊണ്ട് അത് തിരുത്തുമാറ് പുതിയ വ്യാഖ്യാനങ്ങൾക്ക്, വികസനത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ സിമൻറ്റും കമ്പിയും കട്ടയും കല്ലും ഒന്നുമല്ല, അതിനപ്പുറം ഒരു വികസനമുണ്ട്. അത് കൊണ്ടുവന്ന് സാധ്യമാക്കുന്നതിന് വേണ്ടുന്ന ഇടപെടൽ, അതിനൊരു കോ ആക്ടർ അല്ലെങ്കിൽ ഒരു കറ്റാലിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പരിഹസിച്ചവർക്കും വിമർശിച്ചവർക്കും ഒരു മറുപടിയല്ലേ ഈ വിജയം? അവരൊക്കെ സമാധാനമായിട്ട് ഇനി ഒരു 10-25 വർഷം കിടന്നുറങ്ങട്ടെ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഭവ്യ പാർവതിയാണ് പ്രതികരണം തേടിയത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സ്ഥാനാർത്ഥിത്വങ്ങളിൽ ഒന്നാണ് സുരേഷ് ഗോപിയുടേത്. ഏറെ വിവാദങ്ങളും വാക്പോരുകളും എല്ലാം പല കാര്യങ്ങളിൽ ഉയർന്ന വിഷയമായിരുന്നു. എല്ലാ പ്രവചനങ്ങളെയും തോൽപ്പിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയതാകട്ടെ മിന്നുന്ന ജയവും. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വലിയ പാഠമാണ് ഈ ജൈത്രയാത്ര. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാകുന്നത്? താമര വിരിയിച്ച സിനിമാ താരം നേടിയ അത്ഭുത ഭൂരിപക്ഷം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പാഠമാകുന്നത്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സുരേഷ് ഗോപി എന്ന സിനിമാ സൂപ്പർ സ്റ്റാർ എതിരാളികളെ സ്തബ്ധരാക്കി രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ ഐക്കണാകുന്നത്. പരിശോധിക്കാം. രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുൻപുള്ള സുരേഷ് ഗോപി വില്ലൻ വേഷങ്ങളിലൂടെ ചുവടുറപ്പിച്ച് നായകതുല്യ കഥാപാത്രങ്ങളിലൂടെ വളർന്ന് ഏകലവ്യനിലൂടെ സൂപ്പർ താരമായ നടൻ. കരുണാകരന്റെ കാലത്ത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹം അന്ന് മലയാള പത്രങ്ങളുടെ വാർത്തയായിരുന്നു. EK നായനാരുമായുള്ള ആത്മബന്ധം. അങ്ങനെ കേരളത്തിലെ പ്രമുഖ മുന്നണി നേതാക്കളുടെ പ്രിയപ്പെട്ട സൗഹൃദ വലയത്തിലായിരുന്നു എന്നും സുരേഷ് ഗോപി. CPM-നോടോ കോൺഗ്രസിനോടോ ആഗ്രഹം പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും സീറ്റ് ലഭിക്കാവുന്ന പരുവത്തിൽ. പക്ഷേ സുരേഷ് ഗോപി തിരഞ്ഞെടുത്തത് കാവ്യ രാഷ്ട്രീയം, അതും നരേന്ദ്രമോദിയോടുള്ള കടുത്ത ആരാധനയിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടെ ആദ്യ അംഗം. തൃശ്ശൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി. പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള ചുരുക്കം ദിവസങ്ങൾ മാത്രം മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് സമയം. സുരേഷ് ഗോപിയെ പക്ഷെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശബരിമല തരംഗം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിന്റെ ഗുണം കോൺഗ്രസ് കൊണ്ടുപോയപ്പോൾ 3ാം സ്ഥാനത്തായി സുരേഷ് ഗോപി. പക്ഷേ 2,93,000 വോട്ട് നേടി BJP സ്ഥാനാർത്ഥി വരവറിയിച്ചു. രാജ്യസഭാ MP-ആയി മോദിയുടെ നേരിട്ടുള്ള നിയമനം, തൃശ്ശൂരിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നിരവധി നൽകി തൃശ്ശൂരിൽ സജീവമായ താരം പിന്നീട് മണ്ഡലം വിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശം വന്നതോടെ തൃശ്ശൂരിൽ തന്നെ അംഗം. പാർട്ടി പ്രവർത്തകർ കൈമൈ മറന്ന് അധ്വാനിച്ചിട്ടും CPI-യിലെ K ബാലചന്ദ്രനും പത്മജ വേണുഗോപാലിനും പിന്നിൽ 3ാം സ്ഥാനം മാത്രം. ആ തോൽവിക്ക് ശേഷമാണ് യഥാർത്ഥ സുരേഷ് ഗോപിയെയും എണ്ണയിട്ട യന്ത്രം പോലെയുള്ള BJP പ്രവർത്തനവും കേരളം കണ്ടത്. കൈമൈ മറന്നുള്ള അധ്വാനത്തിൻ്റെ നാളുകൾ. താമസം പൂർണ്ണമായും തൃശ്ശൂരിൽ. അഴിഞ്ഞുകിടന്ന പാർട്ടി സംവിധാനത്തെ കൂട്ടിക്കെട്ടി കേഡർ രീതിയിലെത്തിക്കാനുള്ള അശ്രാന്ത പരിശ്രമം. 2021 ഒരു ഏപ്രിൽ മാസം മുതലാണ് കൃത്യമായും സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങെടുക്കാൻ തയ്യാറെടുപ്പ് തുടങ്ങിയത്.
പാർട്ടിയിലെ ബൂത്ത് ഭാരവാഹികളെ നേരിട്ട് സന്ദർശിച്ച് സംസാരിക്കുക, പ്രാദേശിക ദേവാലയങ്ങളിലെത്തുക, അങ്ങനെ എല്ലാ തട്ടുകളിലും ബന്ധം ഊട്ടിയുറപ്പിച്ചുള്ള സിനിമാ താരമെന്നുള്ള പ്രൗഢിയിൽ നിന്ന് വിണ്ണിലിറങ്ങിയ നായകന്റെ പുതിയ പരിവേഷം. 3 വർഷം കൊണ്ട് സുരേഷ് ഗോപി എത്താത്ത ഒരു പ്രദേശവുമില്ല തൃശ്ശൂരിൽ. കുടുംബയോഗങ്ങളുമായി കളം പിടിച്ചു, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞു, പരിഹരിക്കാവുന്നവ ആ സ്പോട്ടിൽ പരിഹരിച്ചു. പതിവ് രാഷ്ട്രീയ പരിപാടികൾക്കപ്പുറം ജനങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പരിപാടികൾ തൃശ്ശൂർക്കാർക്ക് പുതുമയായി. മണ്ഡലത്തിലെ പ്രധാന സാന്നിധ്യമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സുരേഷ് ഗോപി പ്രതീക്ഷ നൽകി. തുടർച്ചയായ നരേന്ദ്രമോദിയുടെ വരവ്, സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ, അത് കേരളത്തിലെ മോദിയുടെ പ്രിയപ്പെട്ട ആളെന്ന പ്രതീതിയുണ്ടാക്കി. ഇതിനിടെയാണ് കേസുകളുടെയും സോഷ്യൽ മീഡിയ അറ്റാക്കിൻ്റെയും കുത്തൊഴുക്കുണ്ടായത്. സുരേഷ് ഗോപി കളം പിടിക്കുന്നു എന്നറിഞ്ഞ് എതിരാളികൾ ഇത്തരം മാർഗങ്ങളിലൂടെ ശോഭ കെടുത്താൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണമാണ് ക്ലച്ച് പിടിച്ചത്. ഒരു തരത്തിൽ ഈ കേസുകളും അപമാനിക്കലുകളും സ്ത്രീകൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും സുരേഷ് ഗോപിയുടെ പ്രിയം കൂട്ടിയെന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി. ലൂർദ് മാതാവിന് കിരീടം നൽകിയതിനെ പോലും മോശമായി ചിത്രീകരിക്കാൻ നടന്ന ശ്രമം കേരളീയ സമൂഹത്തിന് സുരേഷ് ഗോപിയോടുള്ള സിമ്പതി കൂട്ടി. ഒരുപക്ഷേ സുരേഷ് ഗോപി ഏറ്റവും വലിയ മത്സരം നേരിട്ടത് ഇത്തവണയാകാം. ഒരു വശത്ത് കോൺഗ്രസിന്റെ ജയൻ കില്ലർ മുരളീധരനും മറുവശത്ത് ഇടതുപക്ഷത്തിന്റെ ജനകീയ മുഖം സുനിൽകുമാറും. ഇതിനൊക്കെ അപ്പുറം ശരവർഷം പോലെയുള്ള ആരോപണങ്ങൾ, സൈബർ അറ്റാക്കുകൾ. ഒടുവിൽ ഫലം വന്നപ്പോൾ തൃശൂർ സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തി. BJP-ക്കാർ പോലും സ്വപ്നം കാണാതിരുന്ന ഭൂരിപക്ഷത്തിൽ ഹൃദയത്തിലെടുത്ത തൃശൂരിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമെന്ന ജയത്തിനു ശേഷമുള്ള പ്രഖ്യാപനത്തിന് കഠിനാധ്വാനത്തിൻ്റെയും മധുരപ്രതികാരത്തിൻ്റെയും സ്വരമുണ്ടായിരുന്നു. തിരുവനന്തപുരം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പാർട്ടി അധ്യക്ഷന് പരാതി നൽകിയെന്ന വാർത്ത നിഷേധിക്കുകയാണ് ശശി തരൂർ. തെരഞ്ഞെടുപ്പിലെ വോട്ട് നേട്ടവും ചോർച്ചയും കണ്ടെത്തി തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയോട് ആവശ്യപ്പെട്ടതെന്ന് തരൂർ പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്വേഷണം ആവശ്യപ്പെടുന്നത് പരിഗണിക്കും. ഭാവിയിൽ പാർട്ടിക്ക് മെച്ചപ്പെട്ട പ്രകടനം നടത്താനുള്ള സാഹചര്യം ഒരുക്കാനാണ് ശ്രമമെന്നും ശശി തരൂർ പറഞ്ഞു. ഇനി തൃശ്ശൂരിൽ വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസ് നേരിട്ടത്. കെ മുരളീധരന്റെ തോൽവിയിൽ അതിൽ വിശദീകരണം നൽകാൻ തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിയിലുണ്ട്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. KC വേണുഗോപാലിനെ കാണാനും ശ്രമിക്കുന്നുണ്ട്. ഡൽഹിയിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ നേതൃത്വം അറിയിച്ചു എന്നതിനനുസരിച്ചാണ് DCC പ്രസിഡന്റ് ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളത്തിൽ ഉയർന്ന വലിയ ചർച്ചയാണ് വനിതാ സ്ഥാനാർത്ഥികൾ ഒന്നും ജയിച്ചില്ല എന്നത്. വനിതാ സംവരണ ബിൽ ചർച്ച ചെയ്ത് പാസാക്കിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് എന്നതുകൂടി ഓർക്കണം. വനിതാ സംവരണം നടപ്പിലാകും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോഴുള്ളതുപോലെ ഒരു പരാതി വരില്ല. KP അഭിലാഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നമസ്കാരം. അങ്ങനെ 18ാം ലോക്സഭയിലേക്ക് ആരൊക്കെ എന്ന ചിത്രം വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 18 UDF അംഗങ്ങളും ഒരു ഇടത് അംഗവും ഒരു NDA അംഗവും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വനിതാ സംവരണ ബിൽ പാസാക്കപ്പെട്ട ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. വനിതാ സംവരണം എന്ന വിഷയം പതിറ്റാണ്ടുകളായി രാജ്യത്ത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും 2ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന സമ്മേളന കാലയളവിൽ ആണ് ബിൽ പാസാക്കപ്പെട്ടത്. ബിൽ പാസായി എങ്കിലും നിയമമാകാൻ ഇനിയും സമയമെടുക്കും. എന്തുതന്നെയായാലും വനിതാ സംവരണ ബിൽ പാസാക്കപ്പെട്ടതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒരു വനിതയെപ്പോലും തെരഞ്ഞെടുക്കാൻ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ പോയി. വടകരയിൽ നിന്ന് KK ശൈലജയും എറണാകുളത്ത് നിന്ന് KJ ഷൈനും ആയിരുന്നു CPIM-ന് വേണ്ടി മത്സരിച്ചത്. വയനാട്ടിൽ നിന്ന് ദേശീയ നേതാവ് ആനി രാജയെയാണ് CPI കളത്തിൽ ഇറക്കിയത്. പക്ഷേ ഈ ഇടത് വനിതാ സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ വിജയിക്കാൻ സാധിച്ചില്ല. എന്തായാലും NDA കേരളത്തിൽ ഇത്തവണ കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. കാസർഗോഡ് അശ്വിനിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യവും ആലത്തൂരിൽ പ്രൊഫസർ TN സരസുവും
ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് BDJSന് സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനും ജനവിധി തേടി. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു NDA സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണയാണ്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. NDAക്ക് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാത്ത സംസ്ഥാനമാണ് കേരളം എങ്കിൽ പോലും ഇത്രയധികം സ്ഥാനാർത്ഥികളെ, വനിതകളെ മത്സരിപ്പിച്ചത് പ്രശംസനീയം ആണ്. അതേസമയം കോൺഗ്രസിൽ നിന്ന് ഒരേ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആലത്തൂരിൽ നിന്ന് ജനവിധി തേടിയ രമ്യ ഹരിദാസാണ്. 2019 വലിയ ഭൂരിപക്ഷത്തിൽ ആയിരുന്നു രമ്യ ഹരിദാസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഇത്തവണ ആലത്തൂരിൽ രമ്യയ്ക്കും പരാജയം മണക്കേണ്ടി വന്നു. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും വനിതകളുടെ പ്രകടനം അത്ര മികച്ചതല്ല. ആദ്യ ലോക്സഭ മുതൽ ഇതുവരെ കേരളത്തിൽ നിന്ന് ആകെ ജയിച്ചിട്ടുള്ളത് 9 വനിതകൾ മാത്രമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച ആനി മസ്ക്രീനിൽ തുടങ്ങി 2019 ആലത്തൂരിൽ സംവരണ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച രമ്യ ഹരിദാസിൽ എത്തി നിൽക്കുന്നതാണ് ആ രണ്ടക്കം കടക്കാത്ത കണക്ക്. ഏറ്റവും കൂടുതൽ വനിതകളെ മത്സരിപ്പിച്ചിട്ടുള്ളതും ലോക്സഭയിൽ എത്തിച്ചതും CPIM ആണ്. കോൺഗ്രസും CPIയും തൊട്ടു പിന്നിലുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, പ്രാദേശിക പാർട്ടികളൊന്നും തന്നെ ഇതിന് തുനിഞ്ഞിട്ടില്ല എന്നാണ്. ഇതുവരെയും വനിതാ സ്ഥാനാർത്ഥികളെ അവർ മത്സരിപ്പിച്ചിട്ടില്ല. 2ഉം 3ഉം ലോക്സഭകളിൽ കേരളത്തിൽ നിന്ന് വനിതാ പ്രാതിനിധ്യമേ ഉണ്ടായിരുന്നില്ല. CPIMൻ്റെ സുശീല ഗോപാലൻ ആണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭ MP ആയിരുന്ന കേരളത്തിൽ നിന്നുള്ള വനിത. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം നടപ്പിലാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ശരി, KP അഭിലാഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഞാൻ ഇപ്പോൾ ഒരു അതിഥിയുണ്ട് മോർണിംഗ് വൈബ്സിൽ, പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞാ ദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ മേജർ രവിയാണ്. ചലച്ചിത്ര നടൻ, സംവിധായകൻ, BJP നേതാവ് എല്ലാമാണ്, രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ ഒക്കെയാണ്. അപ്പോൾ സ്വാഗതം ശ്രീ മേജർ രവി മോർണിംഗ് വൈബ്സിലേക്ക്. സത്യപ്രതിജ്ഞാ ദിനമാണ്, വളരെ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇന്ന് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്ന ആ നിമിഷങ്ങൾക്കായി. അപ്പോൾ എന്താണ് പ്രതീക്ഷ? മോദി 3.0 എങ്ങനെ കാണണം മേജർ രവി? നമസ്കാരം. എങ്ങനെ കാണണമെന്നുള്ളത് എൻ്റെ ചിരിയിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ, സന്തോഷം എങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് ഞാൻ ഈ മോദി 3 എന്നുള്ള തരംഗത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്കിനി കൃത്യമായിട്ട് നമുക്കൊരു അവലോകനം നടത്താം. ഈ നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരും, കുറച്ച് ചില്ലറ പാർട്ടിക്കാർ, വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത കുറച്ച് പാർട്ടിക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ ഗോട്ടാലയിലും കള്ളത്തരത്തിലും എല്ലാവിധത്തിലുള്ള ബാഡ് നെയിംസ് ഉണ്ടായിരുന്ന എല്ലാ പാർട്ടിക്കാരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വ്യക്തിനെ, ഇത് എല്ലാ പാർട്ടിക്കാരെന്നുള്ളത് മാത്രം ഞാൻ പറയില്ല, കാരണം ഇൻ്റർനാഷണൽ മീഡിയ അടക്കം എതിർത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് മോദിജി. അല്ലാതെ അവർ BJP അല്ല എതിർത്തിരിക്കുന്നത്. ഈ മോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു അങ്കലാപ്പായിരുന്നു നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടത്. ഇവിടെ കേരളത്തിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവിടെ സുരേഷ് ഗോപി തോൽക്കുക എന്നുള്ളതായിരുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും. മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതിപ്പോൾ ഗോവിന്ദ മാഷ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പോലും തമാശ പോലെ പറയുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത്. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സുരേഷ് ഗോപി 3ാം സ്ഥാനം, സുരേഷ് ഗോപി BJP നിലം തൊടില്ല, BJP നിലം. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJP എന്ന് പറയുന്നതല്ല, ഇത് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ മുകളിലാണ് കഴിഞ്ഞ 10 വർഷം ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഓക്കെ, ചില സമയത്ത് ധാർഷ്ട്യം കാണിച്ചു, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നവർക്ക് ധാർഷ്ട്യമില്ലേ? ധാർഷ്ട്യം കാണിക്കുന്നത് തെറ്റാണ്. അത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കോ ഇന്നത്തെ ഇപ്രാവശ്യത്തെ റിസൾട്ട് വന്ന സമയത്ത് ചെറുതായിട്ടുള്ളൊരു പാളിച്ചകളല്ല, അത് പാളിച്ചയായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം അത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠമാണത്. നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും ശരി, നമ്മൾ നമ്മുടെ നില വിട്ടിട്ട് കളിക്കരുത്, അത് ആരാണെങ്കിലും ശരി. അപ്പം ആ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും ഇന്നിപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ നരേന്ദ്രമോദി സർക്കാർ 303
ആണ് ഇന്നലത്തെ രാത്രിത്തെ ഒരു ലോക്സഭയിലത്തെ അംഗത്വ സംഖ്യ എന്ന് പറയുന്നത്. ഈ 303 നിന്നും ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ആരാണ്? 2 ഘടകകക്ഷി എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ആൻഡ് നിതീഷ് ജി. ഈ 2 പേരിൽ ഏറ്റവും അധികം പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നിരുന്നത് നിതീഷ് ജിയുടെ ആയിരുന്നു. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ ഗവൺമെൻറ് ഭരിക്കും അടുത്ത 5 വർഷം എന്നുള്ളതിന് ഉറപ്പുണ്ട്. പ്ലസ് ചന്ദ്രബാബു നായിഡു എടുത്തിരിക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അത് വൈസായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ ഡിസിഷനാണത്. കാരണം ഇവർ 2 പേരും അപ്പുറത്ത് ഇന്ത്യ മുന്നണിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് ചിലപ്പം പ്രൈം മിനിസ്റ്റർഷിപ്പ് അല്ല, വൈസ് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റ് പ്രധാനമന്ത്രിയായിട്ടോ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിട്ടോ അതൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അവർക്കറിയാം ഇതൊരു 3 മാസത്തിൽ കൂടുതൽ ആ ഘടകകക്ഷികൾ എല്ലാം കൂടെ ചേർന്നിട്ട് അടിച്ചു പിരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വിടും. ആൻഡ് രാജ്യത്തിനെ പിന്നെയും ഒരു ഇലക്ഷനിലോട്ട് ലീഡ് ചെയ്യുമെന്നുള്ളത് നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് ജിയും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരിക്കലും അവരിതിനെ വിട്ടിട്ട് പോകാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഡിമാൻഡ് ചെയ്തൊന്നും അത്ര കർക്കശമായിട്ട് BJP എഗ്രി ചെയ്തിട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കും അറിയാം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ശരി ഇവിടെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് വേണമെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഈ BJPയുടെ അണ്ടറിൽ നരേന്ദ്രമോദിജിയുടെ അണ്ടറിൽ തന്നെ നിന്നുകൊണ്ട് മാത്രമേയാണ് രാജ്യത്തിന് നല്ലത്. അത് ഞാൻ കോൺഗ്രസ്സുകാരോടും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആരാണെങ്കിലും പറയാം. നിങ്ങളുടെ ഈ ഘടകകക്ഷികൾ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇതുപോലുള്ള കൂട്ടുസംഘടനകൾ ഒരിക്കലും 5 വർഷം തികയ്ക്കാറില്ല. അതും 28 പാർട്ടികൾ ചേർന്നിരിക്കുന്നത് എല്ലാറ്റിലും അഗ്രഗണ്യന്മാരായിട്ടുള്ള ഷ്രൂഡായിട്ടുള്ള പൊളിറ്റീഷ്യൻ നേതാക്കന്മാരാണ് ഇരിക്കുന്നത്. അവിടെ നിൽക്കുന്ന മമതാ ബാനർജിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ലല്ലു പ്രസാദ് യാദവ്, അതുപോലെ തന്നെ അഖിലേഷ് യാദവ്, ഈ ഒരു കംപ്ലീറ്റ് ഫാമിലീസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ദേ ആർ ഷ്രൂഡ്. അപ്പം ഓരോരുത്തരും പവർ ഗ്രീഡഡ് ആണ്. അത് സോണിയാഗാന്ധി ഒരു സൈഡിൽ രാഹുൽജീനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ നോക്കും. എല്ലാവർക്കും ഉണ്ട് സ്വാർത്ഥ താല്പര്യം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരാണ്? നമുക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ നല്ല എന്താണെന്നറിയോ? നിങ്ങൾ പരമാവധി എല്ലാം ശ്രമിച്ചു. കുറേ ഇൻ്റർനാഷണൽ മീഡിയാസും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇത്രയും പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിജി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അതെല്ലാം ഫെയിലായി. അദ്ദേഹം ഇന്ന് ഈവനിങ് 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാണ് പ്രധാനമന്ത്രിയായിട്ട്. ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്നറിയോ? സഹിക്കുക. 5 വർഷം നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഇതൊക്കെ ഒരു യോഗമാണത്. അപ്പം ഇങ്ങനെ ഇത് സഹിക്കാൻ നിങ്ങൾ എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലും അവസാനം അനുഭവിക്കാൻ പോകുന്ന ആരാണ്? ജനങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ ജസ്റ്റ് സിറ്റ് ആസ് ആൻ ഓപ്പോസിഷൻ ആൻഡ് ഡു ഇറ്റ് ഫോർ ദ ഡെമോക്രസി. ഓക്കെ, ശ്രീ മേജർ രവി, താങ്കൾ BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ് ഇരിക്കുന്നത്? ക്യാബിനറ്റിൽ ഇപ്പോൾ പ്രധാനമായും സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമോ? രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹത്തിന് അവസരം നൽകും. അങ്ങനെ ഒരുപാട് ആകാംക്ഷയുണ്ട്, സാധ്യതകളിൽ പറയപ്പെടുന്നുമുണ്ട്. എന്താണ് താങ്കൾ കരുതുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ആദ്യം മുതൽക്കേ കാണുന്ന ഒരു വിശകലനം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് ഇതാണ്. ഞാനവിടെ ക്യാമ്പയിനൊക്കെ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ സുരേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം ഞാൻ അവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്കും അതുപോലെ തന്നെ ജനങ്ങളുടെയും ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഹിൽ ബി എ ക്യാബിനറ്റ് മിനിസ്റ്റർ. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു മിനിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് മിനിസ്റ്റർ അതൊന്നുമല്ല. ഞാൻ നോക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ. അപ്പം അതിനകത്ത് എപ്പോഴും മോദിജി ഇവിടെ കേരളത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ടൂറിസത്തിന് ഇത്രയധികം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിലുണ്ട്. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ആവാം. അത് എന്ന് പറഞ്ഞാൽ എന്താണ് സാധ്യത കൂടുതൽ, എവിടെയാണ് സുരേഷ് ഗോപിക്ക് വളരാൻ പറ്റുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പൊസിഷനിലുള്ളൊരു ഗവൺമെൻറ് കൊടുക്കും, ആ ഒരു പൊസിഷൻ കൊടുക്കും എന്നുള്ളതാണ് ഒരു ക്യാബിനറ്റ് റാങ്ക് എന്നുള്ളത് എനിക്ക് 100% ഷുവറാണത്. അപ്പോൾ ആ ഷുവറിറ്റി എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ അനുമാനം തെറ്റില്ല എന്നുള്ളത് എനിക്കൊരു തോന്നലുണ്ട്. ഇനി അതങ്ങനെ അല്ലെങ്കിലും സുരേഷ് ഗോപി ഒന്നുമില്ലാതിരുന്ന സമയത്തും തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്.
അല്ല ഞാനിവിടുന്ന് തോറ്റു എന്നും പറഞ്ഞിട്ട് പോയിട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹം അവിടെ തന്നെ ഉറച്ചു നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാം, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇനി കേരളത്തിൽ BJPക്ക് വേര് പിടിക്കണം, ഇത് വേര് പിടിച്ചു, വേര് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വളർത്തണമെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം BJP വന്നു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിന് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് വരാൻ പോകുന്നതും കേരളത്തിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കാണിക്കണമെങ്കിൽ സുരേഷ് ഗോപിയെപ്പോലുള്ളൊരു വ്യക്തി ഇവിടെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്കിൽ വന്നുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുമ്പോഴായിരിക്കും ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പം എന്തായിരുന്നു ഇത്രയും കാലം എന്തായിരുന്നു BJP ജയിക്കില്ല കേട്ടോ, BJPക്ക് വോട്ടെടുത്തിട്ട് കാര്യമില്ല. ഇത് BJPക്കാരടക്കം ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇതിനാണ് ഞാൻ എവിടെ പോയി പ്രസംഗിക്കുമ്പോഴും ഞാൻ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, നിങ്ങൾ ആ ചിന്താഗതി ഒന്ന് മാറ്റിയിട്ട് ഇപ്രാവശ്യമെങ്കിലും ഒന്ന് കുത്തു, ജയിക്കുകയോ ഇല്ലെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട, നിങ്ങൾ വിചാരിക്കും നമ്മൾ ജയിക്കുമോ എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു അത് നമുക്ക് വോട്ട് ഷെയറിലും കാണാനുണ്ട്. ആ ഒരു ചിന്താഗതി മനസ്സിൽ വന്നതുകൊണ്ട് സുരേഷ് ഗോപി ഡെഫിനറ്റായിട്ടും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്നുള്ളത് കേരളത്തിൻ്റെ ജനങ്ങൾ കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ അവിടെ ഇപ്പം ഞാനൊക്കെ ഈ ക്യാമ്പയിന് പോയി എന്നുള്ളതല്ല, ഇവിടെയൊക്കെ ചില വിഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇതിനൊക്കെ നമ്മളിത് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം ഭരിക്കട്ടെ, അദ്ദേഹം ഭരിക്കുക എന്നുള്ളതല്ല, അദ്ദേഹം ജനങ്ങളെ സേവിക്കട്ടെ. അപ്പോൾ ഒരു മന്ത്രിയായിട്ട് വരുമെന്നുള്ളത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല. അങ്ങനെ തന്നെ ആവട്ടെ, കേരളത്തിന് നന്മ വരട്ടെ. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈസ് എ ടെക്കി സാവി. അപ്പോൾ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നരേന്ദ്രമോദിജി ഒരു 300ഓളം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ടീമുണ്ട്. ആ ടീമിനകത്തും എന്താണ് രാജ്യത്തിൻ്റെ വികസനം, അത് ഫൈനാൻഷ്യൽ സൈഡായിക്കോട്ടെ, ടെക്നിക്കൽ സൈഡായിക്കോട്ടെ, ഏതെല്ലാം സൈഡിലെല്ലാം ഉള്ള അഗ്രഗണ്യന്മാരെ നിറച്ചുകൊണ്ട് ഈവൻ ഡിഫൻസ് സൈഡിലുള്ള ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളൊരു 300 പേരുള്ളൊരു ടീമിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരും ഇതൊന്നും നിങ്ങൾ ആരും അറിയില്ല, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അത് എത്രയോ അമേരിക്കയിലും ഫോറിൻ കൺട്രീസിലുണ്ടായിരുന്ന വലിയ വലിയ ആളുകളെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മുടെ മോദിജിയുടെ അണ്ടറിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീം അവിടെയുണ്ട്. അവിടേക്കായിരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്നിട്ടുള്ള വ്യക്തിക്ക് അവിടെ ഒരു ചാൻസ് അവിടെ കിടപ്പുണ്ട്. ബിക്കോസ് ഹി ഹാസ് പ്രൂവ് ടു ബി എ ടെക്കോസ് മാൻ. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനിയും അത്, കാരണം പ്രൈം മിനിസ്റ്റർക്കുണ്ട് 12 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ രാജ്യസഭയിലേക്ക് ഇല്ലെങ്കിൽ അത് പ്രൈം മിനിസ്റ്ററുടെ ആ കപ്പാസിറ്റിയിലുള്ള 12 പേരിൽ നോമിനേഷൻ ആവാം. കഴിഞ്ഞ പ്രാവശ്യമുള്ള 12 പേര് കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത് അതിൽ പോകാൻ പറ്റില്ലെങ്കിലും ഇവിടെ നോമിനേഷനിൽ പോവാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു മിനിസ്റ്റർക്കുറിച്ച് സാധ്യതയുണ്ട്. ഈ 2 പേരും വന്നു കഴിഞ്ഞാലത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവർ 2 പേരും എഡ്യൂക്കേറ്റഡാണ്. നമുക്ക് വേണ്ട എന്താണ്, ഒരു ലോക്സഭയിൽ ഒരാൾ നിൽക്കുന്ന സമയത്ത് ഹീ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ, ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുന്ന കുട്ടികളുടെ അടുത്ത് ഇടയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളം എന്നുള്ളതല്ല നമ്മുടെ മാതൃഭാഷയാണ്, സമ്മതിച്ചു. പക്ഷെ അതിനകത്ത് ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന കോപ്രായങ്ങൾ അവിടെ ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന. ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല, എന്ത് പറയണം, അവർ പുച്ഛത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്, അവർ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 2 വ്യക്തികൾ, ഒന്ന് സുരേഷ് ഗോപി ആൻഡ് രാജീവ് ചന്ദ്രശേഖർ, ഇവർ 2 പേർക്കും നമ്മുടെ ഈ പാർട്ടിയിൽ നിന്ന് അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന പോലെ ഈ ഭാഷ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ, രാജ്യാന്തര സമിതികളിൽ പോകുമ്പോൾ നമ്മളുടെ നേതാക്കൾ ഉൾപ്പെടെ, നമ്മളുടെ ഭരണാധികാരി ഉൾപ്പെടെ ഹിന്ദിയിലാണല്ലോ സംസാരിക്കാറ്. അപ്പോൾ നമുക്ക് അത് മാറ്റി നിർത്തി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ സുരേഷ് ഗോപിയുമായി ഇത്രമാത്രം ഒരു സൗഹൃദം വന്നത്? കാരണം ഈ സിനിമയിൽ നിന്നാണോ? കാരണം ഈ എവിടെയൊക്കെ വിമർശനം സുരേഷ് ഗോപി നേരിടുമ്പോൾ അവിടെയൊക്കെ ഒരു കവചവുമായി മേജർ രവി എത്താറുണ്ട്. നമ്മൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് വ്യക്തികൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്. എനിക്ക് ആ പാർട്ടിയുടെ യാതൊരു വിധത്തിലുള്ള അവരുടെ പോളിസി ആയിട്ടൊന്നും എനിക്ക് ചേർന്ന് പോകാനേ പറ്റില്ല. പക്ഷേ അതിൽ വ്യക്തികളുണ്ട് ചിലർ. അങ്ങനെയാണ് ഞാൻ ഈ സുരേഷ് ഗോപിനെ കാണുന്നതും ഞാൻ സുരേഷ് ഗോപിയെ പണ്ട് മുതൽക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഞാൻ സുരേഷ് ഗോപിയെ കാണുന്നത് എവിടെയെന്നുള്ള സുരേഷ് ഓർമ്മയുണ്ട്. സുരേഷ് എന്നുള്ള ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ സാറെന്ന് തന്നെ പറയണം. കാരണം ഗോയിങ് ടു ബി എ മിനിസ്റ്റർ ഓർ MP ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അദ്ദേഹത്തെ ഞാൻ കാണുന്നത് സുരേഷ് ബാലാജിയുടെ, ഞാൻ എൻ്റെ പട്ടാളമൊക്കെ വിട്ടിട്ട് വന്നിട്ട് 1998 ഒരു ദിവസം ഞാനും പ്രിയേട്ടനും കൂടെ സുരേഷ് ബാലാജിയുടെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തൊരാൾ വന്നിട്ട് കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളത് സുരേഷിൻ്റെ അകത്ത് വന്നൊരാൾ പറഞ്ഞു. അപ്പോൾ ആരാണെന്ന് വെച്ചപ്പോൾ സുരേഷ് ഗോപിയാണെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയോ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല അതുവരേക്ക്. പെട്ടെന്ന് ഞാൻ തന്നെയാണ് പോയിട്ട് വന്ന് സുരേഷ് പ്ലീസ് കം ഇൻസൈഡ് എന്നതും അങ്ങനെ പോയിരുന്ന. അങ്ങനെയാണ് ഞങ്ങളുടെ അവിടുന്ന് കാണുന്നതും
പിന്നീട് എന്താണെന്നറിയില്ല ഈ വ്യക്തിയോട് എനിക്ക് ഒരു ഇഷ്ടം തോന്നാൻ കാരണം, ഞാൻ പലപ്പോഴും ഈ പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്നും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, പലയിടത്തും ഞാൻ മുഖം തിരിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവിടെയാണ് ഞാൻ കാണുന്നത് എന്നേക്കാൾ വലിയൊരു അഗ്രഹണ്യം അപ്പോഴും നിൽക്കുന്നത്. ഉള്ളതെടുത്തിട്ട് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളോട് കാണിക്കുന്ന മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം കാണുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ സിങ്കായി. ഞാനവിടെ ഒരു 2 വീട് വെച്ച് കൊടുത്തപ്പോഴും അതും ഞാൻ സുരേഷ് സാറിനെ കൊണ്ടാണ് ഞാൻ കൊണ്ടുപോയിട്ട് ചാവി കൊടുപ്പിച്ചത്. അപ്പം എവിടെയോ അറിയില്ല ഇദ്ദേഹമായിട്ടൊരു ബന്ധം. പിന്നെ ഞങ്ങളൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്തിൽ. ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ബന്ധം നടന്നുകൊണ്ടിരുന്നു. ഇതേ സമയത്ത് തന്നെ പലപ്പോഴും ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത് ആ പാവപ്പെട്ട ഗോകുൽ, അവൻ ഭയങ്കര ഇമോഷണലാണ്, സെൻറ്റിമെൻ്റൽ പയ്യനാണ് ആ കുട്ടി. ആ കുട്ടി കിടന്ന് വിഷമിക്കുന്ന സമയത്ത് ഞാൻ ഗൂഗിളിൽ ഞാൻ മെസ്സേജ് അയക്കും, യു ജസ്റ്റ് കീപ് ക്വയറ്റ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറയും. കാരണം ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് ബിക്കോസ് ഹിസ് മെച്യൂരിറ്റി ലെവൽ ഇസ് മച്ച് ലെസ്സർ ദാൻ മീ. അങ്ങനെ പല സ്ഥലത്തും ഞാൻ ഈ സുരേഷുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൽ കാണുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ അദ്ദേഹം മനുഷ്യന്മാരെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പാവപ്പെട്ടവന് എപ്പോഴും ഒരു കൈത്താങ്ങാകുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അത് നമുക്കൊരു സന്തോഷമാണ്. കാരണം നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഞാൻ പറഞ്ഞിട്ടില്ല, സുരേഷിൻ്റെ മണ്ഡലത്തിൽ പോയിട്ട് ഞാൻ പലരെയും സഹായിച്ചിട്ടുണ്ട്. അത് സുരേഷിന് അറിയുമെന്നുള്ള പോലും അറിയില്ല. ബിക്കോസ് അതൊരു ക്യാരക്ടറാണ് മനുഷ്യ സഹായിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്ന സമയത്ത് എനിക്കറിയാം ഹി വിൽ നോട്ട് ബി എ പൊളിറ്റീഷ്യൻ, ഹി വിൽ നോട്ട് ബി എ സ്റ്റുപ്പിഡ് പൊളിറ്റീഷ്യൻ എന്നുള്ളത്. ഞാൻ ഈ സ്റ്റുപ്പിഡ് എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസിൽ നല്ലവരുമുണ്ട്. ആ നല്ലവരെന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഇന്നലെ പ്രേമേന്ദ്രേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹീസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ ആൻഡ് ഹീസ് എ ഗുഡ് പാർലമെൻറ്റേറിയൻ. ഏത് ജാതി, ഏത് മതം, ഏത് പാർട്ടി എന്നുള്ളതല്ല, നല്ലവരെ നല്ലതെന്ന് കാണാനുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അദ്ദേഹത്തെ ഒരാളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും ഐ വിൽ സ്റ്റാൻഡ് ഫോർ ഹിം എന്നോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സുരേഷിനെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ പലരെയും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഐ ആം ഹിയർ, യു ജസ്റ്റ് കീപ് ക്വയറ്റ്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. എന്തായാലും ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ സുരേഷ് ഗോപിക്ക് വലിയ പിന്തുണയുമായി എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നാലും ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി എത്താൻ ശ്രീ മേജർ രവി. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. മോർണിംഗ് വൈബ്സ് ഒരു കുഞ്ഞിടവേള. മേജർ രവി തുടരും. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. സത്യപ്രതിജ്ഞാ ദിനത്തിൽ ആണ് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്തുന്ന ദിനമാണ്. ഇന്ന് വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. അല്പം മുമ്പ് വാർ മെമ്മോറിയലിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിലെത്തി, അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലത്തെത്തി. ഇവിടെയൊക്കെ എത്തി പുഷ്പാർച്ചന നടത്തിയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ദിനത്തിലേക്ക് അദ്ദേഹം കടക്കുന്നത്. ഈ ദിവസം നമ്മോടൊപ്പം മേജർ രവി അതിഥിയായി തുടരുന്നുണ്ട്. ശ്രീ മേജർ രവി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സുരേഷ് ഗോപിയെ പറ്റിയാണ്. അപ്പോഴുള്ള സ്വാഭാവിക സംശയം ചോദിക്കട്ടെ, ഞാൻ മറ്റു കാര്യങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ്, എന്തുകൊണ്ടാണ് ഇത്രയും സൗഹൃദമുള്ള സുരേഷ് ഗോപിയെ വെച്ച് താങ്കളൊരു സിനിമ സംവിധാനം ചെയ്യാത്തത്? ഞങ്ങളുടെ കഴിഞ്ഞ വർഷം കൂടെ ഒരു സിനിമ ഓൾറെഡി എല്ലാം ഫൈനലൈസ് ആയിട്ടുള്ളതാണ്. അത് ചില സാങ്കേതിക കാരണങ്ങളാലും അതുപോലെ തന്നെ ചില ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളാലും അത് നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ കഥയെല്ലാം അപ്രൂവ് ആയിട്ട് സുരേഷ് സാറിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമാണ്. ഇത് നടക്കുമ്പോൾ എത്രയോ സിനിമകൾ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം നടന്ന് ഷൂട്ടിന് പോകേണ്ട സമയത്ത് പോലും അത് ക്യാൻസലായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിലും അതുപോലെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഉള്ളത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മന്ത്രിയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നീട് സിനിമയിലേക്ക് നമുക്ക് എത്രത്തോളം സമയം കിട്ടുമെന്നുള്ളതല്ല. പക്ഷേ എനിക്കൊരു 30 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏത് സൂപ്പർ സ്റ്റാറാണെങ്കിലും ഞാൻ പടം തീർക്കും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിൽ സ്കോപ്പുണ്ട്. അത് മമ്മൂക്കയാണെങ്കിലും നമ്മളത് തീർത്തിട്ടുണ്ട്, മോഹൻലാലാണെങ്കിലും തീർത്തിട്ടുണ്ട്. അപ്പോൾ സുരേഷായിട്ടും നമുക്ക് തീർക്കാം. ഈവൻ രാജുവായിട്ട് ചെയ്ത പടം 22 ദിവസം കൂടെ ചെയ്ത പടമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 10-25 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സുരേഷ് വെച്ചിട്ട് നമുക്കൊരു പടം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വെയിറ്റ് ചെയ്യുക. കഥ അപ്രൂവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ, ഇപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുന്നു. NDA വീണ്ടും അധികാരത്തിലേക്ക് എത്തിയപ്പോൾ BJP ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള പാർട്ടിയൊക്കെ മാറിയപ്പോൾ ലോകരാജ്യങ്ങൾ ഇങ്ങനെ അഭിനന്ദന പ്രവാഹവുമായി എത്തി. പക്ഷേ അപ്പോഴും പാകിസ്ഥാന്റെ വക്താവ് നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നതിൽ നിന്ന് ഒരു വിമുഖത കാട്ടുന്നത് പ്രകടമായിരുന്നു.
ഞാൻ വേറൊന്നുമല്ല, താങ്കളൊരു മുൻ ആർമി ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ചോദിക്കുന്നതാണ്, ഈ നമ്മുടെ അയൽപക്കവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ മാൽദീവ്സ് പോലും കൂടുതൽ ഇപ്പോൾ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അങ്ങനെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനൊക്കെ വരുന്നു. പാകിസ്ഥാൻ ആൻഡ് ചൈന, ഇതിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന നയങ്ങൾ, അതിലെ ബന്ധങ്ങളൊക്കെയാണ് പ്രധാനമായും ഞാൻ ചോദിച്ചത്. ഇതിൽ നിന്ന് ഒന്നാണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാകിസ്ഥാനെ നമ്മളെ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ 5 മക്കളുണ്ടെങ്കിൽ ആ 5 മക്കൾ അല്ലെങ്കിൽ 2 മക്കൾ മാത്രമാണെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് പ്രശസ്തി ആർജിച്ച് വലിയ പൊസിഷനിൽ കയറുന്ന സമയത്ത് മറ്റേ സ്വന്തം ബ്രദറിന് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ അസൂയ എന്നുള്ളൊരു സംഭവം അതെല്ലായിടത്തും ഉണ്ട്. പിന്നെ ആ ഒരു അപകർഷതാബോധത്തിലാണ് ഇന്ന് പാകിസ്ഥാൻ നിൽക്കുന്നത്. പാകിസ്ഥാന് സ്വന്തമായിട്ട് റേഷൻ അരി വാങ്ങിച്ചു കൊടുക്കാൻ പോലും കാശില്ലാതെ നടക്കുന്ന സമയത്താണ് നമ്മളിതിൻ്റെ ഇടയ്ക്ക് സംസാരം ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മുടെ കാശ്മീരിലോട്ട് ചേരാൻ പോവുകയാണെന്നുള്ളത്. കാരണം ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താ വെച്ചാൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ദാറ്റ്സ് എ വെരി ബാഡ് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. കാരണം അത് അവരുടെ കർമ്മങ്ങളാണ്, ആ കർമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ്. അവരെന്നും ടെററിസം കൊണ്ട് നമ്മൾ ഈ 10 വർഷം മോദിജി ഭരിക്കുന്നതിന് മുന്നേ വരയ്ക്കും ഇവിടെ ടെററിസം പൂന്ത് വിളയാടുമായിരുന്നു. പൂന്ത് വിളയാടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യാത്തതായിട്ടുള്ള ചരിത്രങ്ങളുണ്ട് നമുക്ക്. പാകിസ്ഥാൻ ഇവിടെ വന്ന് പട്ടാളക്കാരുടെ തല വെട്ടിയിട്ട് പോയിട്ട് തിരിച്ചു പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും അതിനെപ്പോലും പബ്ലിക് ചെയ്യരുത്, അല്ലെങ്കിൽ അവരോട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം മാറിയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നീ ഒന്നടിച്ചാൽ ഞാൻ നിൻ്റെ 100 എടുക്കൂടാ എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്ററും ഗവൺമെൻറ്റുമാണ് നമുക്കുണ്ടായിരുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിവിടെ പലരും ചോദ്യം ചെയ്തതായിരിക്കും. അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. യു ആർ ജസ്റ്റ് സെയിങ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്, ബിക്കോസ് നിങ്ങൾക്കറിയാം യെസ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ പട്ടാളക്കാർ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാന് ഒരിക്കലും മനസ്സ് തുറന്നുകൊണ്ട് ഇന്ത്യയെ പ്രശംസിക്കാൻ പറ്റില്ല. ബിക്കോസ് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും ഇന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ഞങ്ങളെ അങ്ങോട്ട് ചേർക്കുമോ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ട്രോളല്ല, ഇത് ഫാക്റ്റാണത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ പോലെ ആയിക്കിട്ടാൻ. ഇന്നത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ വിൽ നോട്ട് അപ്രീഷിയേറ്റ് യു. മാൽദീവ്സ് എഗെയിൻ പ്രശ്നം എന്തായിരുന്നു? മാൽദീവ്സ് ജീവിച്ചിരുന്നത് ടൂറിസത്തിലായിരുന്നു. ആ ടൂറിസത്തിന് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അവരെ മോദിജി പോയിട്ട് ലക്ഷദ്വീപ് പോയിട്ട് അതുപോലുള്ള സംഭവങ്ങൾ അദ്ദേഹം അവിടെ പോയിട്ട് ആ ബീച്ചിലൊക്കെ നടന്നപ്പോഴത്തേക്ക് അതങ്ങ് ലോകരാഷ്ട്രങ്ങൾ അറിഞ്ഞു ഇങ്ങനൊരു സ്ഥലം ഇന്ത്യയിലുണ്ടെന്നുള്ളത്. അത് ഇറ്റ് വാസ് അറ്റ് പാറല്ല, അതിലും ബെറ്ററായിട്ട് മാൽദീവ്സിനേക്കാൾ വന്നപ്പം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റീനെ ആ ടൂറിസത്തിന് ഒരു ഇടിവ് വരും. കാരണം നമ്മൾ അതുപോലെ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് പോകേണ്ടത്, കാരണം അവിടുത്തെ എക്സ്പെൻസിനേക്കാൾ കുറഞ്ഞ എക്സ്പെൻസിൽ അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഫെസിലിറ്റീസ് ടൂറിസത്തിന് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 2 ദിവസത്തിൻ്റെ ആ വിസിറ്റും ആ ഫോട്ടോഗ്രാഫ്സും കണ്ടപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ ഇവിടെ പലരും ട്രോൾ ചെയ്യാറുണ്ട്, മറ്റേ കന്യാകുമാരിയിൽ പോയിട്ട് ധ്യാനത്തിലിരുന്നപ്പോൾ എന്തിനാ ക്യാമറമാനെ കൊണ്ടുവരുന്നില്ല. ലിസൺ, ഡോണ്ട് ബി സോ ചീപ്പ് അബൌട്ട് ഇറ്റ്. വെൻ എ പ്രൈം മിനിസ്റ്റർ ഇസ് ഗോയിങ് ആൻഡ് ഇഫ് ഈസ് ഡൂയിങ് സംതിങ്, ഇതുപോലൊരു സംഭവം തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാൽദീവ്സിലെ ബീച്ചിൽ പോയിരുന്ന സമയത്ത് എന്തിനായിരുന്നു ആ ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോ എടുത്തിട്ട് അത് ഇട്ടത്? അങ്ങനെയല്ലേ അത് ലോകരാഷ്ട്രങ്ങളെ അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് മാൽദീവ്സ് നമുക്ക് എഗൻസ്റ്റ് ആയിരിക്കുന്നത്. ബിക്കോസ് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ നല്ല പോലെ ബാധിക്കും. കാരണം അവർ ജീവിക്കുന്നത് ടൂറിസത്തിലാണ്. ആ ടൂറിസം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബാധിക്കും എന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പം ഈ മാൽദീവ്സ് നമുക്ക് എഗൻസ്റ്റ് ആയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ മാൽദീവ്സും തമ്മിൽ ഒരു പ്രശ്നമില്ല. 1990-കൾ 89-90കളിലായിരുന്നു മാൽദീവ്സ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പട്ടാളം പോയി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഞാനൊരു പാർട്ടായിരുന്നു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ കമാൻഡോസ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ആക്രമിച്ച സമയത്ത്. അങ്ങനെയുള്ള ബന്ധമുള്ള ഒരു രാജ്യത്തിൽ ഇന്നേ വരെ ആ പട്ടാളം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഒരു ട്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവരെപ്പോലും അവർ തിരിച്ചയച്ചു. അപ്പം അങ്ങനെ ആ ബന്ധം മാറാൻ കാരണം എന്താണ്? അതുകൊണ്ട് എന്താണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ രാജ്യം പ്രോഗ്രസീവ് ആവുകയാണ്. നമ്മുടെ രാജ്യം വളരുന്ന സമയത്ത് നമുക്ക് ശത്രുക്കളുണ്ടായിരിക്കും. കാരണം അത് ആ അസൂയാവഹമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. നമ്മൾ വളരുന്ന സമയത്ത് അത് അസൂയയ്ക്ക് ഒരു ഭാഗമാകുന്ന സമയത്താണ് അതിനെ പറയുന്നത് അസൂയാവഹം. അപ്പം നമ്മുടെ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ അസൂയാവഹമാണ്. ഇന്ന് അമേരിക്കയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളോ എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് 10 പ്രാവശ്യം ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തിയത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഇപ്പം അമേരിക്കയോ അല്ലെങ്കിൽ UN പോലും
ശക്തമായിട്ട് നമ്മുടെ ഈ കാശ്മീർ ഇഷ്യൂവിനെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. ബിക്കോസ് ഇവിടെ ഭരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റും അതിനെ ലീഡ് ചെയ്യുന്ന മോദിജിയെ പോലുള്ളൊരു പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡോണ്ട് എക്സ്പെക്ട് എനി അപ്രിസിയേഷൻ ഫ്രം പാകിസ്ഥാൻ, ബിക്കോസ് പാകിസ്ഥാൻ ഈസ് ഡൂമിങ്. അതുകൊണ്ടാണെന്ന് ഇപ്പോൾ ബോർഡറിലും വലിയ പ്രശ്നമില്ല. കാരണം അവരുടെ അടുത്ത് വെടിവെക്കാനോ അല്ലെങ്കിൽ ഈ ടെററിസത്തിനോ ഉള്ള ബുള്ളറ്റ്സ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി പോലും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ISI എന്ന് പറയുന്ന അവരുടെ ഈ ഏജൻസി മുഴുവൻ അവരെ കൊണ്ടൊന്നും ഫൈനാൻഷ്യലി ഇതിനൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ വിൽ നോട്ട് അപ്രീഷിയേറ്റ് യു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട, കാരണം നിങ്ങൾ സന്തോഷിക്കുക വേണ്ട. പാകിസ്ഥാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ വളർന്നിരിക്കുന്നു. അപ്പോൾ ആ പേടിയിലുമല്ല അസൂയം കൊണ്ടാണ് അവർ നമ്മൾക്ക് എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത്. അതിന് ലോകരാഷ്ട്രങ്ങൾ ചെവിക്കൊള്ളുന്ന പോലും ഇല്ല. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ പാകിസ്ഥാൻ ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട്? അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ബി ഹാപ്പി ദാറ്റ് യെസ് പാകിസ്ഥാൻ ഈസ് നോട്ട് ഹാപ്പി വിത്ത് അസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിൽ. അതാണ് അതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മുൻ NSG കമാൻഡുമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അപ്പം മിലിറ്ററിയിൽ, അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ. അപ്പം മേജർ ഈ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു എങ്കിൽ പോലും കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ ഒരു ഇടപെടലുകൾ, പ്രത്യേകിച്ചും ടെററിസത്തിനെതിരെ എടുക്കുന്ന നിലപാടുകളൊക്കെ, ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഞാൻ എൻ്റെ ചോദ്യം. എങ്ങനെയായിരിക്കണം ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്ററും ഒക്കെ കൈകാര്യം അന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് സർവീസ് കാർഗിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലോസ് ആയിട്ട് പാകിസ്ഥാൻ്റെ ബോർഡറിൽ സർവീസ് ചെയ്തിരിക്കുന്ന കാർഗിലാണ്. അത് 96-ലായിരുന്നു, 96-97 എന്ന ആ ഡ്യൂറേഷനിൽ. അവിടെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയാം. മറ്റേ NSG കമാൻഡോ ആയിരുന്ന സമയത്ത് ഞാൻ ക്യാബിനറ്റ് മിനിസ്റ്ററിയുടെ അണ്ടറിലായിട്ടാണ് വരിക. കാരണം ഹോം മിനിസ്റ്ററുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടാളത്തിൻ്റെ ഡിസിപ്ലിൻ്റെ അണ്ടറിലല്ല വരുന്നത്. അപ്പോൾ പട്ടാളത്തിന് കിട്ടുന്ന ഇതായിട്ടുള്ള കൈ കെട്ടിയിട്ടുള്ള അതിനേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഞങ്ങൾ കമാൻഡോസിന് കിട്ടിയിട്ടുണ്ട് കാശ്മീരിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം ഞങ്ങൾ ഗവർണറുടെ അണ്ടറിലായിട്ട് വരും, ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പല ഓപ്പറേഷൻസും പട്ടാളത്തിന് ചെയ്യാൻ പറ്റാത്തടത്തെല്ലാം ഞങ്ങൾ കയറി പൂന്ത് വിളയാടുക എന്ന് പറയില്ലേ, അതിപ്പോൾ വിളയാടിയിട്ടുണ്ട്. അതങ്ങനെ കൗണ്ടർ ടെററിസത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാശ്മീരിലുള്ള സമയത്താണ് ഞാനൊരു പട്ടാളത്തിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസിലായിരിക്കുന്ന സമയത്ത് ബോർഡറിൽ ക്രോസ് ബോർഡർ ഇൻ്റലിജൻസൊക്കെ ആയിരുന്നു എൻ്റെ പണി. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഒരു പിക്കറ്റ് 43 എന്നുള്ള സിനിമ എടുക്കാൻ കാരണം പോലും അവിടെ ഒരു പോസ്റ്റ് 43 ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് 43-ൽ രാത്രികളിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും അവിടെ ഷെല്ലിങ് നടക്കാറുണ്ട്. പാകിസ്ഥാൻ ഷെല്ല് ചെയ്യും. അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് ഇതിൻ്റെ ഷെല്ലെല്ലാം പെറുക്കിയെടുത്തിട്ട് അതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഡൽഹിക്കൊക്കെ അയച്ച് അതിൻ്റെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വേണം തിരിച്ചൊരു അടിയിടിക്കാൻ. അപ്പോൾ ഈ സാധനം കൊറിയറിൽ കൂടെ IL-76 കയറ്റി അയച്ചതിൻ്റെ പ്രൂഫൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ചുരുങ്ങിയത് ഒരു 5 ദിവസം 6 ദിവസം പിടിക്കുന്നത്. അപ്പോഴത്തേക്കും എന്താ അവരും ഉണ്ടായിരുന്നു. കാരണം ഈ ഫയർ ചെയ്തിരിക്കുന്നത് ചിലപ്പം ക്രിക്കറ്റ് മാച്ച് തോറ്റനോ ജയിച്ചനോ വല്ലതൊക്കെ ആയിരിക്കും, അവർക്ക് തോന്നുമെല്ലാം പറയും. അന്ന് നമുക്ക് തിരിച്ച് ഫയർ ചെയ്യാനുള്ളൊരു ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാറ്റിനും ഡൽഹിയിൽ നിന്ന് പെർമിഷൻ വേണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ ദീപാവലിക്കും ബോർഡറിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അഗർ ബच्चे लोग अगर वहाँ से एक गोली आ गया तो यहाँ से 1000 गोली जाना चाहिए എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്, എൻ്റെ രാജ്യത്തിനെ നീ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്ന ശക്തനായിട്ടുള്ളൊരു പ്രധാനമന്ത്രി തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് തന്നെയാണ് നമ്മുടെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നു ഈ 150 crores ഇന്നിപ്പം അതുവരെ ആയിട്ടുള്ള പോപ്പുലേഷൻ, അതിനകത്ത് കിടക്കുന്ന ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പറയുമായിരിക്കും, ക്രിട്ടിസൈസ് ചെയ്യുമായിരിക്കും, ഇതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പാടില്ല, നടത്തിയിട്ടുണ്ടോ, അതിൻ്റെ പ്രൂഫ് എന്താ, ഇതൊക്കെ ചോദിക്കില്ലേ. നമ്മൾ സർജിക്കൽ സ്ട്രൈക്കുകൾ ഞാൻ പണ്ട് ഒരു TV ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പണ്ട് 71-ലടക്കം സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയിട്ടുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിജി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തും നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെപ്പോലും അവർ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു അന്നത്തെ ഗവൺമെൻറ്. പറഞ്ഞ നോ, പാകിസ്ഥാനെ ആൻറ്റഗനൈസ് ചെയ്യേണ്ട, അവരുമായിട്ട് നമ്മൾ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകണം. ബന്ധം അന്നുമില്ല ഇന്നുമില്ല. പാകിസ്ഥാനായിട്ട് എങ്ങനെ നിങ്ങൾ ഫ്രണ്ട്ലി നോക്കിക്കഴിഞ്ഞാലും അവർ പിന്നെ കൂടെ കുത്തുന്ന അവർക്ക് ആ ഒരു ഹാബിറ്റ് അങ്ങനെ ആയതുകൊണ്ട് യു കനോട്ട് എവർ ട്രസ്റ്റ് ദിസ് പീപ്പിൾ. പാകിസ്ഥാനീസ് നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ദേ ആർ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. കാരണം അവിടെ പൊളിറ്റിക്സ് ഇല്ല. അപ്പോൾ അവിടെ അപ്പോൾ എന്താണ്, എല്ലായിടത്തും നല്ല ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പഴയ ഗവൺമെൻറ്റുകളെല്ലാം എന്നും നമുക്ക് ചെയ്തിരിക്കുന്ന എന്താണ്, പാകിസ്ഥാനെ വിഷമിപ്പിക്കരുത്,
അതിവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിൻ്റെ പേരടക്കം ഞാൻ പറയാമല്ലോ. ബർക്കാദത്ത് എന്നുള്ള വ്യക്തി അവിടെ പാകിസ്ഥാൻ്റെ നവാസ് ഷെരീഫിൻ്റെ ബർത്ത്ഡേക്ക് അടക്കം പോയി ആഘോഷിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പം ആ വ്യക്തിയെ ഇപ്പം ഒന്നും കാണുന്നില്ല. അന്നൊക്കെ 10 വർഷം മുന്നേ ഷി വാസ് ടോപ്പ് നോച്ച് ജേർണലിസ്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്ന രാജ്യത്താണ് ഇന്ന് നിങ്ങൾ ഒരിക്കലും എൻ്റെ രാജ്യത്തിന് ഏതെങ്കിലും ഒരു ബുള്ളറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1000 അങ്ങോട്ട് തിരിച്ചടിച്ചു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് 10 വർഷമായിട്ട്. ഇനിയുള്ള അടുത്ത 5 വർഷം അത് തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ വിൽ ബി ഫിനിഷ്ഡ്. കാരണം ഇത് അങ്ങോട്ട് അടിക്കാത്തിടത്തോളം കാലം പാകിസ്ഥാൻ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ആ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇംബാലൻസ് വാസ് ടു മച്ച്. വൈ? ബിക്കോസ് ഈ കൗണ്ടർ ടെററിസത്തിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നതിൽ വളരെയധികം പൈസയുണ്ട്. പട്ടാളക്കാരെ നിർത്തണം, അതിൻ്റെ ലോജിസ്റ്റിക്സ്, അതിന് ഇവരുടെ റേഷൻ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് വാസ് ടു മച്ച് ഇൻ ബില്യൺസ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ബില്യൺസിനെയാണ് ഇപ്പം നമ്മൾ നല്ല രീതിയിൽ 6 വരി പാതയും 8 വരി പാതയും റെയിലും മെട്രോവും അതും ഇതെല്ലാം കൂടെ ആയിട്ട് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നത്. ഇതേ പൈസ അന്നും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? കാരണം അന്ന് നമ്മൾ വി വർ കൗണ്ടറിങ് ദ ടെററിസം. അപ്പോൾ അത്രയും കോടികൾ ഓരോ ദിവസം ചിലവാക്കുന്നത് ഇന്ന് നമ്മുടെ റോഡുകളിൽ വന്നിരിക്കുന്നു, നമ്മുടെ ഡെവലപ്മെൻറ്റുകളിൽ വന്നിരിക്കുന്നു, പാലങ്ങൾ പണിത് വരുന്നു. ഇതൊക്കെ നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ, ഡിബേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഡിബേറ്റ് ചെയ്യാനുണ്ടാകും. അപ്പോൾ ഏത് പാർട്ടിക്കാർ പറഞ്ഞാലും ശരി, നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് മനസ്സിൽ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയൂ, രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതിനെ ഞാനത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംഖ്യ എന്ന് വിളിക്കണം, എന്നെ വിളിക്കും നിങ്ങൾ. കാരണം ഞാൻ അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് കൂടെ ഉണ്ടായിരിക്കും. എനിക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഓക്കെ, ഞാൻ ജനിച്ചതൊരു ഹിന്ദുവായിട്ടായിരിക്കും, അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റ് എനിക്കുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം അതല്ല മറ്റുള്ളവരെ നമ്മൾ നശിപ്പിക്കണമെന്ന്. രാജ്യത്തിൻ്റെ പ്രോഗ്രസീവായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ഈ BJP-യിലേക്ക് ചേരാനുള്ള ഒരു ആഗ്രഹം വന്നത് ഏത് നിമിഷത്തിലാണ്? ഈ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഇത്രമാത്രം ഒരു ഇഷ്ടം തോന്നിയത്, അടുപ്പം തോന്നിയത് ഏത് ഘട്ടത്തിലായിരുന്നു? ഞാൻ ഞാൻ കുട്ടിക്കാലത്ത് ശാഖയിൽ പോയിട്ടുണ്ട്. ശാഖയിലൊക്കെ അന്ന് കളിക്കുക, പോവുക, നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ 5 മണിക്ക് കൊടി ഉയർത്തിക്കൊണ്ട് അവിടെ കുട്ടികളെ ഇരുത്തി കളിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവത്തിലാണ് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ 9ലും 10ലും ഞാൻ ഈവനിങ് ശാഖയിൽ പോകുന്നുണ്ടെങ്കിലും സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ 2 പാർട്ടിയുള്ളൂ. അവിടെ ഒരു KSU ഉണ്ട്, SFI ഉണ്ട്. അത് ഞാൻ വെറ്ററൻ സ്കൂളിൻ്റെ കാര്യമാണ്. പക്ഷെ അവിടെ ഞാൻ KSUക്കാരനായിരുന്നു ഈ 2 വർഷവും. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ പക്ഷേ അന്ന് എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തയൊന്നുമില്ല. കൂട്ടുകാരുണ്ട്, അവരെ ഏതിലാണോ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതാണ് രാഷ്ട്രീയം അന്നത്തത്. അതേപോലെ തന്നെ. പക്ഷേ ഈ ശാഖയിൽ പോയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്ന 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം അതാണ് ഇന്നും ആ സമയത്തിൻ്റെ. എൻ്റെ ഷൂട്ടിംഗുകാർക്കും പല പ്രശ്നമുണ്ട്. എന്നെ സമയത്തിന് വിളിച്ചാൽ ഞാനവിടെ എത്തിയിരിക്കും. പക്ഷെ അവർ വിളിക്കുന്ന 10 മണിക്കുള്ള ഷൂട്ടിങ്ങിന് വേണ്ടി എന്നെ 8 മണിക്കവിടെ പിടിച്ചിരുത്താറുണ്ട്. അപ്പം ഇത് പണ്ടേ ഉണ്ട് അതിനകത്ത്. പിന്നെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളുകളെ കാണുന്ന സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത് പണ്ടുമുണ്ട്. അത് വാജ്പേയി സാബ് ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക്. കാരണം കാർഗിൽ യുദ്ധം വന്ന സമയത്ത് നമ്മൾ എങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്തിട്ട് അത് തിരിച്ചു പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്, അത് വളരെയധികം ഞാനവിടെ കാർഗിൽ സർവീസ് ചെയ്തുകൊണ്ട് എനിക്കറിയാം. അവിടെ എന്ത് പ്രശ്നം, എത്രത്തോളം പ്രോബ്ലം ഉണ്ട് ആ മലയൊന്ന് കയറി പിടിക്കാൻ. ടൈഗർ ഹിൽസൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു മലമ്പ്രദേശത്ത് പോയിട്ടൊക്കെ ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ ആ പട്ടാളക്കാർക്ക് സപ്പോർട്ടും കൊടുത്തൊരു ഗവൺമെൻറ്. അത് കഴിഞ്ഞ് എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് വരയ്ക്കൊക്കെ മരിച്ചു വരുന്ന പട്ടാളക്കാർക്കെന്ന് പറഞ്ഞാൽ ഒരു 4-5 ലക്ഷമായിരുന്നു കിട്ടിയിരുന്നത്. ആ യുദ്ധത്തിന് ശേഷമാണ് വീരമൃത്യു വരിക്കുന്ന പട്ടാളക്കാർക്ക് 50 ലക്ഷത്തിലും കൂടുതലൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ പട്ടാളക്കാർക്ക് വേണ്ടി ചെയ്യുന്നൊരു ഗവൺമെൻറ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മോദിജിയുടെ ആ സമയത്ത് തന്നെ എനിക്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി സംതിങ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ BJP ഞാൻ പണ്ടും BJPക്കാരനായിരുന്നു. 2016 ഇലക്ഷൻ്റെ സമയത്ത് ഞാനിവിടെ ഇത്രയും ക്യാമ്പയിനുണ്ട്. അതിനിടയ്ക്ക് എന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി പട്ടാമ്പിയിൽ വെച്ചിട്ട് എന്നെ ആദരിച്ചിട്ടുണ്ട് അവരുടെ കേരള യാത്രയ്ക്ക്. എനിക്ക് ആ ഫോട്ടോ ഒന്നും വീട്ടിലിരിപ്പുണ്ട്. അന്ന് നിങ്ങളാരും എന്നെ കോൺഗ്രസ് എന്ന് വിളിച്ചില്ല. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തറയിൽ വന്നിട്ട് അത് മുല്ലപ്പള്ളി രാമേന്ദ്രേട്ടൻ, എനിക്ക് നല്ല സുഹൃത്തുക്കളെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാനൊരു സെലിബ്രിറ്റി എന്നുള്ള ലെവലിൽ യാത്രയ്ക്ക് വന്ന് വിളിച്ചപ്പോഴത്തേക്കും ഇവിടെ അതിനകത്ത് കുറച്ച് BJPക്കാരും ഉണ്ടായിരുന്നു. BJP എന്ന് പറയുന്ന കുറച്ച് സിനിമയിലുള്ള കുറച്ച് എണ്ണമുണ്ട്. യുവമാരൊക്കെ ഇങ്ങ് പ്രൊപ്പഗൻഡ അടിച്ചിട്ട് അയാൾ കോൺഗ്രസ് പോയി. ഞാൻ എവിടുത്തെയും മെമ്പറല്ല. അന്ന് ഞാൻ ഒരു പാർട്ടിയുടെയും മെമ്പറല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്ന് പറയുന്നത് അത് BJPയുടെയാണ്. അത് 2013 ഡിസംബർ 26 JP നദ്ദാജി എന്നെ വിളിച്ച് ഡൽഹിയിൽ വിളിച്ചിട്ട് തന്നതുകൊണ്ട് അന്ന് ഞാൻ ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്,
എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും സംഭവം എനിക്ക് ഇനി വേറൊരാളുടെ പ്ലാറ്റ്ഫോമിൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ പാർട്ടി മെമ്പറായി. അതുവരെയ്ക്ക് ആസ് എ സെലിബ്രിറ്റി ഐ ക്യാൻ ഗോ എനിവേർ. അപ്പോൾ അതിനെ പോലും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ BJPയിലോട്ട് വരരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന കുറേ ആളുകളും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാജ്യത്തെ നയിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചിലപ്പം കുറച്ച് അഹങ്കാരം കാണിച്ചെങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചേക്കും. കാരണം രാജ്യത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ ഈ അഹങ്കാരം US പ്രൈം മിനിസ്റ്ററുടെ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ പോയിട്ടും ചിലപ്പോൾ ഈ അഹങ്കാരം കാണിച്ചാലാണ് എൻ്റെ രാജ്യത്തിൻ്റെ വില അറിയുള്ളൂ. അല്ലാതെ അവിടെ ഓച്ചാനിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും വില വയ്ക്കില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അതിനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ വ്യക്തി കാണിച്ച ലോകത്തിൽ പോകുന്ന സമയത്ത് ജനങ്ങൾ റിസീവ് ചെയ്തിട്ടുള്ള അവിടുത്തെ ഒഫീഷ്യൽസ് റിസീവ് ചെയ്തിട്ടുള്ള രീതി കണ്ടപ്പം യെസ്, അതിനു മുമ്പ് ഒരു 10 വർഷം നമുക്കൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, പാവം. അദ്ദേഹം പോകുന്നു വരുന്നു ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് മോദിജി വന്നതിന് ശേഷമല്ലേ നമ്മൾ ഈ പ്രൈം മിനിസ്റ്ററുടെ വിസിറ്റുകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് TV-യിൽ. അല്ലെങ്കിൽ പലരും പോകുന്നു, അവർ പോയിട്ട് തിരിച്ചു വരുന്നു. ആ ഫ്ലൈറ്റിനകത്ത് ഒരു 100-250 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അത് അന്നത്തേക്ക് ഉണ്ടായിരുന്ന ചില പ്രസിഡന്റുമാരുടെയൊക്കെ ഫ്ലൈറ്റിനകത്ത് എനിക്കറിയാം, ഈ വലിയ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് 200-300 ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്നിവിടെ SPG പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ആരൊക്കെ വേണം അത്രയും ആൾക്കാർ ഒഴിച്ചാൽ ബാക്കി ആരും ഇവിടെ മറ്റേ ഇതിൻ്റെ ഹോളിഡേ ട്രിപ്പിനല്ല പോകുന്നത്, ഒഫീഷ്യലായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് യു അക്സെപ്റ്റ് ഇറ്റ്. നോ, നിങ്ങൾ ചെയ്യുന്ന പോലെ ഈ ഒഫീഷ്യൽ ട്രിപ്പെന്നും പറഞ്ഞിട്ട് ഫാമിലി കൊണ്ട് നടക്കുന്ന ആളല്ല ഇന്നത്തെ പ്രധാനമന്ത്രി. അപ്പോൾ അതുകൊണ്ട് യെസ്, ഐ ഗോട്ട് ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് ടുഡേ ഐ ആം എ BJP മാൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി മറ്റൊന്ന്, ഇപ്പം എന്നാലും സർക്കാർ ഇന്ന് അധികാരത്തിലെത്തുകയാണല്ലോ. നമ്മൾ ഇനി ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു പക്ഷേ നേരത്തെ സുരേഷ് ഗോപി നമ്മൾ പ്രതികരണം തേടിയിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി സംസാരിച്ചപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ തനിക്ക് കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മേജർ രവിയുടെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ എയിംസ് ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ് മലയാളികളുടെ. ഇനി റെയിൽവേ വികസനം, അത് ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ കേരളം എല്ലാ ബഡ്ജറ്റിലും ഉന്നയിക്കുന്നതാണ്. പലപ്പോഴും കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എന്ത് മാറ്റമുണ്ടാകും ഈ മൂന്നാം BJP NDA സർക്കാരിൽ? ഇതിനകത്ത് നമുക്ക് ഏറ്റവും അധികം പെൻഡിങ് ആയിട്ട് കിടക്കുന്ന വലിയൊരു സംഭവമുണ്ട്. കാരണം ഈ ശബരി റെയിൽ എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് അതിൻ്റെ ഫണ്ട് അലോട്ടായിട്ടും സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടും അത് മുന്നോട്ടങ്ങ് നീങ്ങുന്നില്ല. അപ്പം അത് നമ്പർ 1. ഇങ്ങനൊരു സംഭവം സുരേഷ് ഗോപി ഹാസ് ടു ടേക്ക് അപ്പ് വെരി സീരിയസ്ലി. പിന്നീട് ഇവിടെ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഇപ്പോൾ ഭരിക്കുന്ന ഈ LDF ഗവൺമെൻറ്റിന് അകത്ത് പോലും ഞാൻ പല സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ചെവി കൊണ്ടിട്ടില്ല എന്നുള്ളത്, അതോ അത് പറ്റാതിരിക്കുന്നതാണോ എനിക്കറിയില്ല. അപ്പം ഇത്രയും ഞാൻ പലപ്പോഴും പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഈ ടൂറിസത്തിന് ഇവിടെ കിട്ടുന്ന ഒരു പോസിബിലിറ്റി, നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയുണ്ട്, കുന്നുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്, കാടുണ്ട്, മലകളുണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബീച്ച്. ഒരു സൈഡിൽ നിന്ന് നോർത്ത് നിന്ന് സൗത്ത് വരയ്ക്ക് ഈ ബീച്ചും കിടക്കുകയാണ്. ഇത്രയുമുള്ള സ്റ്റേറ്റ് വേറെ ഏതാണുള്ളത്? ഇത്രയും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്ക് ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യാം. ഈ ടൂറിസം നമ്മളിപ്പോൾ കൊച്ചി, ഞാനിരിക്കുന്ന ഈ സ്ഥലം പോലും ഇത് നമുക്ക് വെനീസ് ആക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അതിന് മൈൻഡ് വേണം. ആ പൈസ എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെ ആ പൈസ നമുക്ക് എടുക്കാം. കാരണം ഇതിന് ഓപ്പൺ മൈൻഡ് മതി. അല്ലാതെ ഞാൻ 8 മണിയായി കഴിഞ്ഞാൽ കടകളൊക്കെ അടപ്പിക്കും, എന്നിട്ട് ഇവിടെ ക്രൈംസ് നടക്കുന്നില്ലേ? ഗോവയിൽ എന്തുകൊണ്ട് ഇവിടെ 24 hours അവർ തുറന്നിട്ടിരിക്കുന്ന ബാറുകളും പലതുമുണ്ട്? അവിടുത്തെ ക്രൈം റേറ്റ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ക്രൈം റേറ്റ് ഹാർഡ്ലി നോക്കിക്കഴിഞ്ഞാൽ 1% or 2% ഉള്ളൂ. ഇവിടെ ക്രൈം റേറ്റ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഡ്രഗ് അടിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടുള്ള കേസുകൾ എത്രയാണെന്നുള്ളതും ഗുണ്ടാ കേസുകൾ എത്രയാണെന്നുള്ളതും നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫാർ മോർ ദാൻ ഗോവ. അപ്പോൾ എന്തുകൊണ്ട് യുവർ മൈൻഡ് സെറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സുരേഷ് ഗോപി ക്യാൻ ഡെഫിനറ്റ്ലി പുട്ട് ഒരു സജഷൻ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഈ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താരാപേര നടക്കുന്ന, പണിയെടുക്കാതെ നടക്കുന്ന, യൂണിയൻ കൊണ്ട് നടക്കുന്ന ആളുകൾക്കെല്ലാം അവർക്ക് വെറുതെ ഇരുന്നാലും അവർക്ക് അവരുടെ കച്ചവടം കൊണ്ട് അവർക്ക് അവരുടെ കുടുംബത്തിനെ നന്നായി കൊണ്ടുവളർക്കാൻ സാധിക്കും, അവരുടെ കുട്ടികൾക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഈ കള്ളുകൂടി എന്നുള്ളത് ഇതിപ്പോൾ എന്താണ്, ബിവറേജസിൻ്റെ മുമ്പിൽ നിൽക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഉദ്യോഗാർത്ഥികളെ പോലെയാണ് നിൽക്കുന്നത്. കാലത്ത് പൗഡർ ഇട്ട് എല്ലാം റെഡിയായി കുളിച്ച് റെഡിയായിട്ട് ബിവറേജസിൻ്റെ മുന്നിൽ അവിടെ പോയി നിൽക്കുകയാണ്. അങ്ങനെ ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ
നമുക്ക് ഡെഫിനറ്റായിട്ടും സുരേഷ് ഗോപി ക്യാൻ ഇൻ്റർവീൻ ഇൻ ടു ദിസ് തിങ് ആൻഡ് ഡെവലപ്പ് ആൻഡ് മോസ്റ്റ് ഓഫ് ഈ റെയിൽവേയുടെ കാര്യം പറഞ്ഞത് ശരി തന്നെയാണ്. റെയിൽവേ ഇപ്പോൾ നിങ്ങൾ ഈ വെറുതെ കേരളയിൽ എന്ന് പറയും, ഇപ്പോൾ ഈ വന്ദേ ഭാരതമുണ്ട്, വന്ദേ ഭാരതിനും ക്രിറ്റിസിസം ഉണ്ട്. വന്ദേ ഭാരത് മാത്രം സമയത്തിന് മുമ്പ് ബാക്കി വണ്ടികളൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. അതെ അതെ, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ വരുമ്പോൾ വിമർശനങ്ങളും സ്വാഭാവികമായിട്ടും ഉയരും. എന്നാലും താങ്കൾ സൂചിപ്പിച്ച പോലെ ടൂറിസത്തിലായിരിക്കും പ്രധാന ഊന്നൽ എന്ന് വേണം കരുതാൻ. എന്തായാലും ഒരുപാട് സന്തോഷം ശ്രീ മേജർ രവി മോർണിംഗ് വൈബ്സിൽ പങ്കെടുത്തതിനും ഇന്ന് സത്യപ്രതിജ്ഞ ദിനത്തിൽ ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ചതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു അഗെയിൻ. ഞാൻ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് വേറൊന്നുമല്ല, ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടിയത് തൃശ്ശൂരിൽ മാത്രമാണെന്ന് വി മുരളീധരൻ. അല്ലെങ്കിൽ പത്തനംതിട്ട, എറണാകുളം, കോട്ടയം മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാകുമായിരുന്നു. തീരദേശ ക്രിസ്ത്യൻ ജനത BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായില്ല എന്ന് തിരുവനന്തപുരത്തെ തോൽവി തെളിയിക്കുന്നുണ്ട്. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നടത്തിയ അഭിമുഖത്തിലാണ് വി മുരളീധരൻ ഇക്കാര്യം പറഞ്ഞത്. തൃശ്ശൂർ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഇപ്പോൾ BJPക്ക് ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഒരു ഹൈന്ദവ പാർട്ടി എന്നുള്ള ഇമേജ് ഇപ്പോഴും BJPക്ക് ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ അതിൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ, അതിൽ ക്രൈസ്തവരുമുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്. അതിൽ ഈ തൃശ്ശൂരിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ അതിനിർണായകമായ ഒന്നായിരുന്നു. പക്ഷേ അവിടെ കൃത്യമായിട്ട് BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തൃശൂർ ഫലത്തിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ നമ്മൾ ഈ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ഒരു കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല എന്ന് പറയുന്നത് പോലെ മുസ്ലിം സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല, ക്രൈസ്തവ സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല. ക്രൈസ്തവ സമൂഹം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങളിൽ തൃശ്ശൂരിലുള്ള ക്രൈസ്തവ സമൂഹവും ആറ്റിങ്ങലിലെ ക്രൈസ്തവ സമൂഹവും തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹവും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ക്രൈസ്തവ സമൂഹം ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന് പല കാരണങ്ങളാൽ തടസ്സമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ തൃശ്ശൂരിന്റെ ഉദാഹരണം വെക്കാം. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കൂടി അവിടെ നമുക്ക് പരിഗണിക്കണം. അദ്ദേഹം തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം ജോലിയെടുക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റാപ്പോ അവിടെ ഉണ്ടാക്കിയെടുത്തു. ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിനെ അട്രാക്ട് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണല്ലോ. കാരണം അദ്ദേഹത്തിന് ഈ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട്. അത് ഈ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആവശ്യങ്ങൾ നേരെ കേന്ദ്രത്തിലെത്തിക്കുവാനും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതിനും ഇരുചെവി അറിയാതെ അല്ലെങ്കിൽ ഒരു പരസ്യമാക്കാതെ ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞു. മറ്റിടങ്ങളിൽ അത് കഴിഞ്ഞില്ല എന്നാണ്. അങ്ങനെ വിശ്വാസം ആർജിച്ചിരുന്നുവെങ്കിൽ ആ സമൂഹം സ്വാഭാവികമായിട്ടും BJPക്ക് വോട്ട് ചെയ്തേനെ. അക്കാര്യത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവ് ഒട്ടും കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പലപ്പോഴും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJPയുടെ കേന്ദ്ര നേതാക്കന്മാരെ സമീപിച്ചിട്ടുള്ളത് എനിക്ക് നേരിട്ട് അറിയുന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വഴിയാണ്. ഓക്കെ, എന്താണെങ്കിലും വി മുരളീധരന്റെ പ്രതികരണമാണ് കണ്ടത്. മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ. മോർണിംഗ് വെബ്സിന്റെ സമയം പൂർത്തിയാവുകയാണ്. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഇനി വാർത്താരംഭമുണ്ട്, ന്യൂസ് ട്രെൻഡ്സ് ഉണ്ട്. എല്ലാത്തിലും നമുക്ക് വിശദമായി തന്നെ നമുക്ക് നോക്കാം സത്യപ്രതിജ്ഞ ദിനത്തെപ്പറ്റി, സത്യപ്രതിജ്ഞ ചടങ്ങുകൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ. ഒപ്പം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം അതും മറന്നുകൂടല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.